ഹായ് ഓൾ, നമ്മളിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാണ്. ഗൾഫ് എക്സാംസിന് കൂടുതലും റീസെൻ്റായിട്ട് ഇപ്പോൾ ചോദിച്ച് കണ്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ബെറിബറി ഈസ് എ ഡിസീസ് കോസ്ഡ് ബൈ എ ഡെഫിഷ്യൻസി ഓഫ് വിച്ച് വിറ്റാമിൻ? ഓപ്ഷൻസ് തന്നിട്ടുള്ളത് വൈറ്റമിൻ എ, വൈറ്റമിൻ B1, വൈറ്റമിൻ സി, വൈറ്റമിൻ ഡി. അപ്പോൾ ഒരു വൈറ്റമിൻസ് നമ്മളുടെ ബോഡിക്ക് എസെൻഷ്യലാണ്. അപ്പോൾ നമ്മളുടെ ബോഡിയിലുള്ള വൈറ്റമിൻസ് ഡെഫിഷ്യൻ്റ് ആയി കഴിഞ്ഞാൽ പലതരത്തിലുള്ള ഡിസീസ് സ്റ്റേറ്റിലേക്ക് പോകും. അപ്പം അങ്ങനെ ഒരു വൈറ്റമിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടുള്ള ഒരു കണ്ടീഷൻ ആണ് ബെറിബറി. അപ്പോൾ ഏത് വൈറ്റമിൻ ആണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് വൈറ്റമിൻ B1 ആണ്. വൈറ്റമിൻ B1ൻ്റെ വേറൊരു പേരാണ് തൈമിൻ അല്ലെങ്കിൽ അന്യൂറിൻ എന്ന് പറയാറുണ്ട്. ഓക്കെ, തൈമിൻ അല്ലെങ്കിൽ അന്യൂറിൻ. സോ ബെറിബറി ഇറ്റ് ഈസ് എ ഡെഫിഷ്യൻസി ഡിസീസ് കോസ്ഡ് ബൈ lack of vitamin B1. It is also known as തൈമിൻ. ഓക്കെ, അപ്പോൾ തൈമിൻ ആക്ച്വലി ഇറ്റ് ഇസ് എസെൻഷ്യൽ ഫോർ എന്തിനൊക്കെയാണ്? എനർജി മെറ്റബോളിസം ആൻഡ് നെർവ് ഫങ്ഷൻ. ഇപ്പോൾ നമ്മുടെ ബോഡിയിൽ കാർബോഹൈഡ്രേറ്റിൻ്റെ ഒക്കെ മേജർ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന കാർബോഹൈഡ്രേറ്റിൻ്റെ ഒക്കെ മെറ്റബോളിസം വഴിയാണ്. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസത്തിനെല്ലാം എസെൻഷ്യൽ ആയിട്ടുള്ളൊരു വിറ്റമിനാണ് വൈറ്റമിൻ B1 എന്ന് പറയുന്നത്. അതുപോലെ നെർവ്സിൻ്റെ ഫങ്ഷനും വൈറ്റമിൻ B എസെൻഷ്യലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വൈറ്റമിൻ B1ൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നമ്മുടെ എനർജി പ്രൊഡക്ഷനെയും ആസ് വെൽ ആസ് മെറ്റബോളിസം ദെൻ നെർവ് ഫങ്ഷനെ എല്ലാം തന്നെ എഫക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ സ്ട്രക്ചറലി വൈറ്റമിൻ ബിയിൽ പ്രസൻ്റ് ആയിട്ടുള്ള രണ്ട് റിങ്സാണ് പിരമിഡിൻ റിങ്ങും അതുപോലെ തയസോൾ റിങ്ങും. പിരമിഡിൻ റിങ്ങും ഉണ്ട്, അതുപോലെ തന്നെ തയസോൾ റിങ്ങും പ്രസൻ്റ് ആണ്. ദെൻ മെയിൻലി ഇറ്റ് ഈസ് പ്രസൻറ്റ് ഇൻ ഔട്ടർ ലെയേഴ്സ് ഓഫ് സോഴ്സസ് പറയുകയാണെങ്കിൽ വൈറ്റമിൻ ബി ഉള്ളത് എന്താണ്? സെറീൽസ്, പൾസസ്, നട്ട്സ്, അതുപോലെ ഗ്രീൻ വെജിറ്റബിൾസ്, ഈസ്റ്റ്, എഗ് ആൻഡ് മീറ്റ്, ഇതിലെല്ലാം തന്നെ റിച്ച് സോഴ്സാണ് വൈറ്റമിൻ B1ൻ്റെ. ഇനി നമുക്ക് അപ്പോൾ ഇതിൻ്റെ ഡെഫിഷ്യൻസി സ്റ്റേറ്റിനെയാണ് നമ്മൾ ബെറിബറി എന്ന് പറയുന്നത്. അപ്പോൾ ബെറിബറിനെ തന്നെ നമ്മൾ പ്രധാനമായിട്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നതാണ് ഒന്ന് വെറ്റ് ബെറിബറി, ഒന്ന് ഡ്രൈ ബെറിബറി. വെറ്റ് ബെറിബറിയുമുണ്ട്, ഡ്രൈ ബെറിബറിയുമുണ്ട്. ഇനി എന്താണ് വെറ്റ് ബെറിബറി? വെറ്റ് ബെറിബറി എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും അത് കാർഡിയോ വാസ്കുലാർ സിസ്റ്റത്തിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഹാർട്ടിനെയാണ് അത് മെയിനായിട്ടും അഫക്റ്റ് ചെയ്യുക. അപ്പം എഡിമാറ്റസ് കണ്ടീഷൻ, അതുപോലെ ഹാർട്ട് ഫെയിലിയർ കണ്ടീഷൻസ് ഒക്കെ അവിടെ ഉണ്ടാകാറുണ്ട്. ഇനി ഡ്രൈ ബെറിബറി ആണെങ്കിലോ, ഡ്രൈ ബെറി അഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ ആയിരിക്കും. അപ്പോൾ നെർവസ് സിസ്റ്റത്തിന് റിലേറ്റ് ചെയ്തിട്ടുള്ള സിംറ്റംസ് ആയിരിക്കും ആ ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ബെറിബറിയിൽ കാണിക്കുന്നത്. ഫോർ എക്സാമ്പിൾസ് ദിസ് വിച്ച് അഫക്റ്റ് ദ നെർവസ് സിസ്റ്റം വിച്ച് ഇസ് ലീഡിങ് ടു സിംറ്റംസ് ലൈക്ക് മസിൽ വീക്ക്നെസ് ആൻഡ് നെർവ് ഡീജനറേഷൻ. നെർവ്സ് എല്ലാം തന്നെ പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാതെ പറ്റും. ദെൻ അതിൻ്റെ സ്ട്രക്ചറിനെല്ലാം തന്നെ ഈ ഒരു കണ്ടീഷൻ കൊണ്ട് അഫക്റ്റ് ചെയ്യും. ഓക്കെ, so that is beriberi. It is a deficiency of vitamin B1 which is also known as thiamine. അതുപോലെ തന്നെ ഈ തൈമിൻ ഡെഫിഷ്യൻസി ഉണ്ടാകുന്ന വേറൊരു കണ്ടീഷനാണ് ആൽക്കഹോളിസം. ഓക്കെ, ആൽക്കഹോളിസം അതായത് ആൽക്കഹോളിക്സിൽ മെയിനായിട്ടും ഡെഫിഷ്യൻസി കാണിക്കുന്ന ഒരു വൈറ്റമിൻ തൈമിൻ തന്നെയാണ്, വൈറ്റമിൻ B1 തന്നെയാണ്. Next question, which compound is a precursor to retinol? Okay, which compound is a precursor to retinol? ഇപ്പോൾ റെറ്റിനോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? റെറ്റിനോൾ എന്ന് പറഞ്ഞാലും എഗെയിൻ അത് ഒരു വൈറ്റമിൻ തന്നെയാണ്. ഏത് വൈറ്റമിൻ ആണെന്ന് അറിയോ? റെറ്റിനോള് വൈറ്റമിൻ എയുടെ വേറൊരു പേരാണ്, വൈറ്റമിൻ എ. വൈറ്റമിൻ എ മെയിനായിട്ട് നമ്മുടെ ഐസിനൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് വൈറ്റമിൻ ആണ്. സോ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് വിച്ച് കോമ്പൗണ്ട് ഈസ് എ പ്രിക്കഴ്സർ ടു റെറ്റിനോൾ? റെറ്റിനോൾ ആകുന്നതിന് മുമ്പ് ഏതൊരു കോമ്പൗണ്ടിൽ നിന്നാണ് അത് റെറ്റിനോൾ എന്ന് പറയുന്ന ഫോമിലേക്ക് വരുന്നത്? ഓപ്ഷൻസ് പറഞ്ഞിട്ടുള്ളത് റെറ്റിനോയിക് ആസിഡ്, ബീറ്റ കാരോട്ടിൻ, റെറ്റിനൈൽ പാൽമിറ്റേറ്റ് ആൻഡ് റെറ്റിനോൾ ബൈൻഡിങ് പ്രോട്ടീൻ. അപ്പോൾ ഇതിൽ പ്രിക്കഴ്സർ ആയിട്ട് വരുന്നത് ആൻസർ വരുന്നത് ബീറ്റ കരോട്ടിനാണ്. ഓക്കെ, ബീറ്റ കരോട്ടിനാണ്. അപ്പം ബാക്കിയെല്ലാം തന്നെ
നമ്മളുടെ റെറ്റിനോളിൻ്റെ, ഇപ്പോൾ റെറ്റിനോയിക് ആസിഡ് എന്ന് പറഞ്ഞാൽ റെറ്റിനോളിൻ്റെ ഒരു ആക്റ്റീവ് മെറ്റബോളൈറ്റാണ് റെറ്റിനോയിക് ആസിഡ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ റെറ്റിനൈൽ പാൽമിറ്റേറ്റ് അതിൻ്റെ ഒരു സ്റ്റോറേജ് ഫോമാണ്. റെറ്റിനോൾ ബൈൻഡിങ് പ്രോട്ടീൻ അതിൻ്റെ ട്രാൻസ്പോർട്ടേഷനിൽ ഇൻവോൾവ് ആവുന്ന ഒരു കണ്ടൻ്റാണ് റെറ്റിനോൾ ബൈൻഡിങ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. സോ ബീറ്റ കരോട്ടിനാണ് റെറ്റിനോളിൻ്റെ പ്രീകഴ്സർ. സോ ഇറ്റ് ഈസ് എ പ്രോ വൈറ്റമിൻ എ. ബീറ്റ കരോട്ടിൻ ഈസ് എ പ്രോ വൈറ്റമിൻ എ വിച്ച് ഇസ് ഫൗണ്ട് ഇൻ പ്ലാന്റ് ബേസ്ഡ് ഫുഡ്സിലാണ് കൂടുതലായിട്ടും കാണുന്നത് അല്ലേ. ക്യാരറ്റ്സ്, സ്വീറ്റ് പൊട്ടറ്റോ, അതുപോലെ ലീഫി ഗ്രീൻസ് ഒക്കെയാണ് മെയിനായിട്ടും അതിൻ്റെ സോഴ്സസ് ആയിട്ട് വരുന്നത്. എഗ്ഗിലും പ്രസൻ്റ് ആണ്. ദെൻ ഹ്യൂമൻ ബോഡി എന്ത് ചെയ്യും? ഇറ്റ് വിൽ കൺവേർട്ട് ദിസ് ബീറ്റ കരോട്ടിനെ റെറ്റിനോളാക്കി മാറ്റും. റെറ്റിനോൾ എന്ന് പറഞ്ഞാലാണ് വൈറ്റമിൻ എ ആണ്. സോ ദാറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ വൈറ്റമിൻ എയുടെ മെയിൻ ഫങ്ഷൻസ് വരുന്നത് വിഷൻ, അതുപോലെ ഇമ്മ്യൂൺ ഫങ്ഷൻ, ദെൻ സെൽ ഗ്രോത്ത്, എല്ലാത്തിലും വൈറ്റമിൻ എ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ അതിൻ്റെ ആക്റ്റീവ് മെറ്റബോളൈറ്റ് ആണ് റെറ്റിനോയിക് ആസിഡ് എന്ന് പറയുന്നത്. അതൊരു പ്രിക്കഴ്സർ അല്ല. അതുപോലെ റെറ്റിനൈൽ പാൽമിറ്റേറ്റ് ആണെങ്കിൽ സ്റ്റോറേജ് ഫോമാണ് വൈറ്റമിൻ എയുടെ. റെറ്റിനോൾ ബൈൻഡിങ് പ്രോട്ടീൻ വിച്ച് ഇസ് ഇൻവോൾവ് ഇൻ ട്രാൻസ്പോർട്ട് ഓഫ് വൈറ്റമിൻ എ വിത്തിൻ ദ ബോഡി. ഓക്കെ, സോ നമ്മൾ നോക്കുകയാണെങ്കിൽ അഗൈൻ അതിൻ്റെ കുറച്ചുകൂടിയുള്ള നേച്ചറിലുള്ള ഡിഫറെൻറ്റ് സോഴ്സസ് തന്നെയാണ് പറയുന്നത്. റെറ്റിനോൾ വൈറ്റമിൻ എ 1 അത് കെമിക്കലി ഒരു അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ളൊരു ആൽക്കഹോളാണ്. ഇറ്റ് കണ്ടെയ്ൻ അയനോൺ റിംഗ്. സ്ട്രക്ചറലി അതിനകത്ത് അയനോൺ റിംഗ് ആണ് പ്രസൻ്റ് ആയിട്ടുള്ളത്. സോഴ്സസ് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു പ്ലാന്റ് സോഴ്സസ് പറയുന്നുണ്ട് അല്ലേ, ക്യാരറ്റ്സ്, ലീഫി വെജിറ്റബിൾസ് എല്ലാം പറയുന്നുണ്ട്. അതുപോലെ തന്നെ മറൈൻ ഫിഷ് ലിവർ ഓയിൽസ്, എക്സാമ്പിൾ കോഡ് ലിവർ ഓയിൽ, ഷാർക്ക് ലിവർ ഓയിൽ, ഹാലിബട്ട്, ഇതെല്ലാം തന്നെ ദേ ആർ ഓൾസോ റിച്ച് സോഴ്സസ് ഓഫ് വൈറ്റമിൻ എ ആണ്. അതുപോലെ എഗ് യോക്ക്, മിൽക്ക് ആൻഡ് ബട്ടറിലും വൈറ്റമിൻ എ പ്രസൻ്റ് ആണ്. ഇനി റെറ്റിനോയിക് ആസിഡ് നമ്മൾ പറഞ്ഞു അതാണ് അതിൻ്റെ ഒരു ആക്റ്റീവ് മെറ്റബോളൈറ്റ് ആണ്. അതിന് ആക്ച്വലി ഒരു സൈറ്റ് സ്പെസിഫിക് ആക്ഷനാണ് പറയുന്നത്. ഇപ്പം വൈറ്റമിൻ എ ആക്ടിവിറ്റിയിൽ റെറ്റിനോയിക് ആസിഡ് ഈസ് ആൻ ആക്റ്റീവ് മെറ്റബോളൈറ്റ്. ആക്റ്റീവ് മെറ്റബോളൈറ്റ് എന്ന് പറയുമ്പോൾ വൈറ്റമിൻ എയുടെ അതേ ആക്ടിവിറ്റി അതിനുണ്ട്. സോ ദാറ്റ് ഈസ് പ്രസൻറ്റ് ഇൻ എപ്പിത്തീലിയൽ ടിഷ്യൂസിൽ ആണുള്ളത് ആൻഡ് ഇറ്റ് പ്രൊമോട്ട്സ് ഗ്രോത്ത്. പക്ഷേ ഈ റെറ്റിനോയിക് ആസിഡ് ഇനാക്റ്റീവ് ഇൻ ഐ ആൻഡ് റീപ്രൊഡക്റ്റീവ് ഓർഗൻസിനാണ്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ സൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അതിൻ്റെ ആക്റ്റീവ് മെറ്റബോളൈറ്റ് ആയിട്ടുള്ള റെറ്റിനോയിക് ആസിഡിൻ്റെ ആക്ടിവിറ്റി നമ്മൾ പറയുന്നത്. ഇനി ഈ റെറ്റിനോയിക് ആസിഡ് തന്നെ 2 ഫോമിലുണ്ട്. ട്രാൻസ് ഫോംസും ഉണ്ട്, അതുപോലെ സിസ് ഫോമും ഉണ്ട്. ഓക്കെ, ട്രാൻസ് ആൻഡ് സിസ് ഫോം അല്ലേ, നമുക്കറിയാം. നമ്മൾ ഐസോമേഴ്സ് ഒക്കെ പഠിക്കുമ്പോൾ പറയുന്നതാണ്. ട്രാൻസ്, സിസ് ഫോം, ജോമെട്രിക്കൽ ഐസോമേഴ്സ് ഒക്കെ പറയുമ്പോൾ പഠിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ദേ ആർ സ്റ്റീരിയോ ഐസോമേഴ്സ് ആണ്. സോ ട്രാൻസ് റെറ്റിനോയിക് ആസിഡിൻ്റെ വേറൊരു പേരാണ് ട്രെറ്റിനോയിൻ. ട്രെറ്റിനോയിൻ എന്ന് പറയുന്ന കമ്പോണൻ്റ് ആക്ച്വലി സ്ട്രക്ചറലി ഇറ്റ് കണ്ടെയ്ൻസ് ട്രാൻസ് റെറ്റിനോയിക് ആസിഡാണ്. അത് നമ്മൾ ടോപ്പിക്കലി യൂസ് ചെയ്യാറുണ്ട്. വൈൽ സിസ് റെറ്റിനോയിക് ആസിഡ് നമ്മൾ ഓറലി കൊടുക്കുന്നതാണ്. അതിനെ നമ്മൾ ഐസോട്രെറ്റിനോയിൻ എന്ന് പറയും. ഓക്കെ, മെയിൻലി 2 യൂസ് ചെയ്യുന്നത് ആക്നെയുടെ ട്രീറ്റ്മെൻറ്റിനാണ്. അപ്പോൾ ആക്നെയുടെ ട്രീറ്റ്മെൻറ്റിന് വൈറ്റമിൻ എയുടെ ആക്റ്റീവ് മെറ്റബോളൈറ്റ് ആയിട്ടുള്ള റെറ്റിനോയിക് ആസിഡ്സിൻ്റെ 2 ഫോംസ് അവൈലബിൾ ആണ്. ഒന്ന് ട്രാൻസും ഉണ്ട്, ഒന്ന് സിസ് ഫോമും ഉണ്ട്. അതിൽ ട്രാൻസ് ഫോമാണ് ട്രെറ്റിനോയിൻ. ട്രെറ്റിനോയിൻ എന്ന് പറയുന്ന കണ്ടൻറ്റ് നമ്മൾ ടോപ്പിക്കലി അപ്ലൈ ചെയ്യുന്നതാണ്. ക്രീംസ് ഒക്കെ അവൈലബിൾ ആണ്. ദെൻ സിസ് ഫോമിലുള്ളത് റെറ്റിനോയിക് ആസിഡാണ് ഐസോട്രെറ്റിനോയിൻ. അത് മെയിനായിട്ടും ആക്നെയ്ക്ക് ഓറലി ഒക്കെ നമ്മൾ എടുക്കാറുണ്ട്. റോ അക്യൂട്ടൈൻ എന്നൊക്കെ പല ബ്രാൻഡ് നെയിംസിൽ ഐസോട്രെറ്റിനോയിനെ പറയാറുണ്ട്. ഓക്കെ, സോ ദാറ്റ് ഈസ് വൈറ്റമിൻ എയുടെ പ്രീകഴ്സർ ഈസ് ബീറ്റ കരോട്ടിൻ. അടുത്തൊരു ക്വസ്റ്റ്യൻ, ബേസ്ഡ് ഓൺ ഇറ്റ്സ് നെയിം വാട്ട് ടൈപ്പ് ഓഫ് മോണോക്ലോണൽ ആൻറ്റിബോഡി ഈസ് അഡാലിമുമാബ്? ഓക്കെ, അപ്പോൾ മോണോക്ലോണൽ ആൻറ്റിബോഡീസ് എല്ലാം തന്നെ എൻഡ് ചെയ്യുന്നത് മാബ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സഫിക്സ് വഴിയാണ് അല്ലേ. മാബ് എന്ന് പറഞ്ഞാൽ മോണോക്ലോണൽ ആൻറ്റിബോഡി എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ അഡാലിമുമാബ്. അപ്പോൾ ഈ മാബിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അതൊരു മോണോക്ലോണൽ ആൻറ്റിബോഡിയാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഈ പേര് അഡാലിമുമാബ് എന്ന പേര് കിട്ടിയാൽ അത് എന്ത് ടൈപ്പ് ഓഫ് ആൻറ്റിബോഡി ആണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇപ്പം ആൻറ്റിബോഡി ആക്ച്വലി മോണോക്ലോണൽ ആൻറ്റിബോഡീസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ബേസ്ഡ് ഓൺ ഇറ്റ്സ് സോഴ്സിനെ ബേസ് ചെയ്തിട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. അതായത് മ്യൂറൈൻ, അപ്പോൾ
മെയിനായിട്ടും മൗസ് അല്ലെങ്കിൽ റാറ്റ് സോഴ്സിൽ നിന്നാണ് നമ്മളതിനെ ഡെവലപ്പ് ചെയ്യുന്നതെങ്കിൽ മ്യൂറൈൻ എന്ന് പറയും. ദെൻ കൈമറിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് മ്യൂറൈൻ പാർട്ടും ഉണ്ട്. ദെൻ ചില ഒരു പ്രോട്ടീൻ പാർട്ട് അതിൻ്റെ ഒരു പെർട്ടിക്കുലർ ചില ഏരിയാസിൽ ഹ്യൂമൻ പാർട്ടും ഇൻവോൾവ് ആണ് അതിൻ്റെ മേക്കിങ്ങിൽ. ഓക്കെ, ദെൻ ഹ്യൂമണൈസ്ഡ് എന്ന് പറയുമ്പോൾ ഹ്യൂമണൈസ്ഡ് മോണോക്ലോണൽ ആൻറ്റിബോഡി അനദർ ക്ലാസ് ആണ് ഹ്യൂമണൈസ്ഡ്. അത് മെയിനായിട്ടും വരുന്നത് ഫുള്ളി ഹ്യൂമൺ അല്ല, അതിലും നോൺ ഹ്യൂമൺ പ്രോട്ടീൻ പാർട്ട് ആ ആൻറ്റിബോഡിയുടെ സ്ട്രക്ചറിൽ പ്രസൻ്റ് ആണ്. ദെൻ ഫൈനലി ഫുള്ളി ഹ്യൂമൺ മോണോക്ലോണൽ ആൻറ്റിബോഡി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫുൾ കമ്പോണൻസും ഹ്യൂമൺ പാർട്സ്, ഹ്യൂമൺ സോഴ്സ് തന്നെയായിരിക്കും നമ്മൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടാവുക. അപ്പം അങ്ങനെയാണ് ആൻറ്റിബോഡീസിനെ ഇറ്റ്സ് സോഴ്സിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. സോ ഇതിൽ ഏതാണ് അഡാലിമുമാബ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇതിനൊരു ആൻസർ നമ്മൾ അതിൻ്റെ ആൻറ്റിബോഡി നെയിമിങ്ങിൽ നമ്മളൊരു നോമൻക്ലേച്ചർ പറയാറുണ്ട്. അപ്പോൾ ഇവിടെ അഡാലിമുമാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളി ഹ്യൂമൺ മോണോക്ലോണൽ ആൻറ്റിബോഡിയാണ്. അപ്പോൾ നമുക്കിവിടെ ഒരു ടേബിൾ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും. ഇറ്റ് ഈസ് ലിസ്റ്റ് ഓഫ് നിമോണിക് ടു റിമെമ്പർ മോണോക്ലോണൽ ആൻറ്റിബോഡീസ് നോമൻക്ലേച്ചർ. എങ്ങനെ അതിൻ്റെ നോമൻക്ലേച്ചർ നമുക്ക് ഓർത്തെടുക്കാം എന്നുള്ളതിൻ്റെ ഒരു ടേബിളാണ്. പ്രിഫിക്സും സഫിക്സും വെച്ചിട്ട് കുറച്ച് എക്സാമ്പിൾസ് ആണ്. സോ സഫിക്സ് മാബിലാണ് എൻഡ് ചെയ്യുന്നതെങ്കിൽ ദെയർ ആക്ച്വലി മ്യൂറൈൻ ആണ്. ഓക്കെ, ദാറ്റ് ഈസ് മൗസ് ഡിറൈവ്ഡ് ആയിട്ടുള്ളതാണ്. നമ്മൾ ലൈക്ക് എന്താണ് ഹൈബ്രിഡോമ ടെക്നോളജീസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ ആൻറ്റിബോഡീസ് മോണോക്ലോണൽ ആൻറ്റിബോഡീസ് സിന്തസൈസ് ചെയ്യുന്നത്. സോ നമുക്കറിയാം നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം, പൊതുവേ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഒരു പുറത്തുനിന്നുള്ളൊരു ഫോറിൻ ബോഡി വന്നു കഴിഞ്ഞാൽ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യും അല്ലേ. ക്ലോണൽ ആൻറ്റിബോഡിയുടെ ഒക്കെ ഒരു യൂട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ടാർജറ്റഡ് ആയിട്ടുള്ള തെറാപ്പി നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. ഇൻ കേസ് ഓഫ് ക്യാൻസർ തെറാപ്പിയിലൊക്കെ നമ്മളധികം കീമോതെറാപ്പി യൂസ് ചെയ്യുമ്പോൾ സെൽസ് സ്പെസിഫിക് അല്ല, നോർമൽ സെൽസിനെയും അത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ഈ മോണോക്ലോണൽ ആൻറ്റിബോഡീസ് യൂസ് ചെയ്യുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ടാർജറ്റഡ് ആയിട്ടുള്ളൊരു തെറാപ്പി നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ പറഞ്ഞത് മാബ് എന്നുള്ള സഫിക്സ് വരുമ്പോൾ മ്യൂറൈൻ ആണ് മെയിനായിട്ടും വരുന്നത്. ദെൻ സിമാബിൽ എൻഡ് ചെയ്യുന്ന ഇതാകുമ്പോൾ അത് കൈമറിക് സോഴ്സ് ആണ്. ദെൻ സുമാബ് ആണെങ്കിൽ ഇറ്റ് ഈസ് ഹ്യൂമണൈസ്ഡ് ആണ്. ഹ്യൂമണൈസ്ഡ് എന്ന് പറഞ്ഞാൽ ഓർക്കുക, ഫുള്ളി ഹ്യൂമൺ അല്ല, അതിൻ്റെ പാർട്ട് ഓഫ് ഇറ്റ് കണ്ടെയ്ൻ നോൺ ഹ്യൂമൺ പാർട്ട് ഓൾസോ അല്ലേ. നമുക്കിപ്പോൾ ആൻറ്റിബോഡിയുടെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു വൈ ഷേപ്ഡ് ആണ് അല്ലേ. അതിന് ഒരേപോലെയുള്ള രണ്ട് ലൈറ്റ് ചെയിൻസും ഉണ്ട്. ദെൻ 2 ഹെവി ചെയിൻസും വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ലൈറ്റ് ചെയിൻസിലാണ് ഇവിടെയാണ് വേരിയബിൾ റീജിയൻസ് നമ്മൾ പറയുക, അവിടെയാണ് ആൻറ്റിജൻ ബൈൻഡിങ് സൈറ്റ് വരുന്നത്. അപ്പം ഇതിനെ നമുക്ക് ലൈക്ക് സോഴ്സിനനുസരിച്ച് നമുക്ക് വേരി ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഹ്യൂമണൈസ്ഡ് എന്ന് പറഞ്ഞാൽ ഒരു പാർട്ട് ഓഫ് ഇറ്റ് ഇസ് ഫ്രം ഹ്യൂമൺ സോഴ്സ് ബട്ട് നോട്ട് ഫുള്ളി ഹ്യൂമൺ സോഴ്സ് അല്ല. അങ്ങനെയാണ് ഹ്യൂമണൈസ്ഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ യുമാബ് എന്ന് പറഞ്ഞിട്ടാണ് എൻഡ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ഈസ് ഫുള്ളി ഹ്യൂമൺ ആണ്. അപ്പോൾ നമ്മുടെ അഡാലിമുമാബ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് മോണോക്ലോണൽ ആൻറ്റിബോഡി ആൻഡ് ഇറ്റ് ഈസ് എൻഡിങ് യുമാബ് ആണ് അല്ലേ. യുമാബ് വരുമ്പോൾ എന്താണ്, ഇറ്റ് ഈസ് ഫുള്ളി ഹ്യൂമണൈസ്ഡ് ആയിട്ടുള്ള ആൻറ്റിബോഡിയാണ്, മോണോക്ലോണൽ ആൻറ്റിബോഡിയാണ്. അതുപോലെ നമ്മൾ റിറ്റൂക്സിമാബ് എന്നെല്ലാം പറയുന്ന പോലെ ട്യൂമാബ് ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ ഇതിൻ്റെ ടാർജറ്റ് മെയിനായിട്ടും ട്യൂമർ ഡയറക്റ്റഡ് ആയിട്ടുള്ള മോണോക്ലോണൽ ആൻറ്റിബോഡിയാണ്. ഇൻ കേസ് എൽ ഐ ആണ് വരുന്നതെങ്കിൽ ഇറ്റ് ഈസ് ഇമ്മ്യൂൺ ഡയറക്റ്റഡ് ആണ് അല്ലേ. നമ്മുടെ അഡാലിമുമാബും എങ്ങനെയാണ് അഡാലിമുമാബ്. സോ ഇതിൽ നിന്ന് അഡാലിമുമാബ്, സോ ദിസ് ഇസ് മോണോക്ലോണൽ ആൻറ്റിബോഡി. ദെൻ ഉമാബ് ദാറ്റ് ഈസ് ഫുള്ളി ഹ്യൂമണൈസ്ഡ് ആൻഡ് എൽ ഐയിൽ വരുന്നുണ്ട്. സോ ഇറ്റ് ഈസ് ഇമ്മ്യൂൺ ഡയറക്റ്റഡ് ആയിട്ടുള്ള ഒരു മോണോക്ലോണൽ ആൻറ്റിബോഡിയാണ്. ഇനി CI ആണ് അതിൻ്റെ സഫിക്സിൽ വരുന്നതെങ്കിൽ, സഫിക്സ് പോർഷനിൽ CI വരുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് കാർഡിയോവാസ്കുലർ സിസ്റ്റം ഡയറക്റ്റഡ് ആണ്. ദെൻ VI ദാറ്റ് ഈസ് ഇൻഡിക്കേറ്റിംഗ് വൈറസ് ഡയറക്റ്റഡ് ആണ്. ദെൻ KI ഇൻ്റർലൂക്കിൻ ഡയറക്റ്റഡ് ആയിട്ടുള്ളതാണ്. ദെൻ TO ദാറ്റ് ഈസ് ടോക്സിൻ ഡയറക്റ്റഡ് ആയിട്ടുള്ള മോണോക്ലോണൽ ആൻറ്റിബോഡിയാണ്. ആൻഡ് ഫൈനലി OS വരുമ്പോൾ ഇറ്റ് ഈസ് ബോൺ
റിലേറ്റഡ് അല്ലേ, ഓസ്റ്റിയോക്ലാസ്റ്റ് ലൈക്ക് ഓസ്റ്റിയോ സംതിങ് ദാറ്റ് ഈസ് റിലേറ്റിംഗ് ടു ബോൺ ആണ്. സോ OS വരുമ്പോൾ അത് ബോൺ റിലേറ്റഡ് ആണ് അതിൻ്റെ ടാർജറ്റ് വരുന്നത്. ഓക്കെ, സോ അഡാലിമുമാബ് ഇറ്റ് ഈസ് എന്താണ് ഫുള്ളി ഹ്യൂമൺ ആയിട്ടുള്ള മോണോക്ലോണൽ ആൻറ്റിബോഡിയാണ്. സോ LI ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ ടാർജറ്റ് ഈസ് ഇമ്മ്യൂൺ സിസ്റ്റം, U സിഗ്നിഫൈസ് ആൻറ്റിബോഡി ഈസ് ഫുള്ളി ഹ്യൂമൺ, MAB ഈസ് മോണോക്ലോണൽ ആൻറ്റിബോഡി. സോ ഇനി ഇതിൽ ഒരു പൊട്ടൻഷ്യൽ ഫോർ ഇമ്മ്യൂണോജെനിസിറ്റിയുടെ ഒരു പിക്ചർ കാണിച്ചിട്ടുണ്ട്. അപ്പം നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ അല്ലേ, ഇപ്പം ഹ്യൂമൻ സോഴ്സ് അല്ലാത്ത പുറത്തുനിന്നുള്ള എന്തൊരു സോഴ്സിലും നമ്മുടെ ബോഡിയിലേക്ക് അത് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി അതിന് അലർജിക് റിയാക്ഷൻസ് കാണിക്കും. അപ്പോൾ ഇപ്പം നമ്മൾ മ്യൂറൈൻ ടൈപ്പ് ഓഫ് മോണോക്ലോണൽ ആൻറ്റിബോഡി ഒക്കെയാണ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ പേഴ്സൺസിൽ ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ ഇമ്മ്യൂണോജെനിസിറ്റിയുടെ പൊട്ടൻസി നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ഏറ്റവും കൂടുതൽ ഇമ്മ്യൂണോജെനിസിറ്റി കാണിക്കുന്നത് ഏതാണ്, മ്യൂറൈൻ സോഴ്സ് വരുന്ന മോണോക്ലോണൽ ആൻറ്റിബോഡിയാണ്. കാരണം അതിൽ 0% ഹ്യൂമൻ കണ്ടൻറ്റാണ്, ഹ്യൂമൻ പ്രോട്ടീൻസ് ഒന്നും തന്നെ അവിടെ യൂസ് ചെയ്യുന്നില്ല. ദെൻ ജനറൽ സഫിക്സ് വരുന്നത് ഒമാബ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു ഒമാബ് എന്ന് എന്ത് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഇസ് മ്യൂറൈൻ ആണ്. ദെൻ കൈമറിക്കിൻ്റെ കേസിൽ വരുമ്പോൾ 65% അതിനകത്ത് ഹ്യൂമൻ പ്രോട്ടീൻസ് ഇൻവോൾവ് ആണ്. ദെൻ അതിന് മ്യൂറൈനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇമ്മ്യൂണോജെനിസിറ്റി പൊട്ടൻഷ്യൽ കുറച്ചുകൂടി കുറവാണ്. ദെൻ ഹ്യൂമണൈസ്ഡ് വരുമ്പോൾ ഗ്രേറ്റർ ദാൻ 90% ഹ്യൂമൻ പ്രോട്ടീൻസ് അല്ലെങ്കിൽ ഹ്യൂമൻ പ്രോട്ടീൻ പാർട്ട് നമ്മൾ ആൻറ്റിബോഡി ഡെവലപ്മെൻറ്റിന് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സിമാബ് എന്നാണ് നമ്മൾ അതിനെ പറയാറ്, അതിൻ്റെ സഫിക്സിൽ വരാറ്. അതിന് മ്യൂറൈനെയും കൈമറിക്കിനെയും വെച്ച് നോക്കുമ്പോൾ ഇമ്മ്യൂണോജെനിക് പൊട്ടൻസിറ്റി കുറവാണ്. ബട്ട് സ്റ്റിൽ ഫുള്ളി ഹ്യൂമൺ അല്ലാത്തത് കൊണ്ട് അതും ഈ ഇമ്മ്യൂണോജെനിക് റിയാക്ഷൻസ് കാണിക്കും. ദെൻ ഉമാബ് ആണെങ്കിൽ ഇറ്റ് ഈസ് ഫുള്ളി ഹ്യൂമൺ ആണ്, 100% ഹ്യൂമൺ സോഴ്സ് ആണ് അവിടെ വരുന്നത്. അതിന് ഇമ്മ്യൂണോജെനിസിറ്റി പൊട്ടൻഷ്യൽ ഏറ്റവും കുറവാണ്. ഓക്കെ, സോ ഈ ഒരു ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് മിക്കവാറും ചോദിക്കാറുണ്ട്. ആൻറ്റിബോഡി, മോണോക്ലോണൽ ആൻറ്റിബോഡിയുടെ നോമൻക്ലേച്ചർ എങ്ങനെ നമുക്കതിനെ ഐഡൻറ്റിഫൈ ചെയ്യാം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ പേഷ്യൻസ് ബ്ലഡ് ടെസ്റ്റ് റിവീൽസ് ദ ഫോളോയിങ് വാല്യൂസ്. ഓക്കെ, ഒരു ലാബ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. MCV is 72 FL, then MCHC is 30%. Which type of anemia is most consistent with these findings എന്നാണ് ക്വസ്റ്റ്യൻ. സോ MCV എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് മീൻ കോർപ്പസ്കുലാർ വോളിയം. ഇറ്റ് ഈസ് മീൻ കോർപ്പസ്കുലാർ വോളിയം അല്ലേ. ആവറേജ് സൈസ് ഓഫ് RBC ആണ് ഇവിടെ അത് ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ തന്നിട്ടുള്ളത് ഇറ്റ് ഈസ് 72 FL. FL എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എന്ന് പറഞ്ഞാൽ അതൊരു യൂണിറ്റ് ആണ്. ദാറ്റ് ഈസ് ഇൻ ഫെംറ്റോലിറ്റർ. ഓക്കെ, ഫെംറ്റോലിറ്റർ അത് വളരെ ചെറിയൊരു ക്വാണ്ടിറ്റിയാണ്, വളരെ ചെറിയൊരു മെഷർമെൻ്റ് ആണ് വരിക. അത് ആക്ച്വലി ക്വാഡ്രില്യൺത്ത് ഓഫ് എ ലിറ്റർ അങ്ങനെയാണ്, ലൈക്ക് 10⁻⁻15 ഓഫ് എ ലിറ്റർ എന്നുള്ള രീതിയിലാണ് അതിനെ എക്സ്പ്രസ് ചെയ്യാം. സോ അത്രയും ഇപ്പോൾ ജസ്റ്റ് ഓർത്തിരിക്കുക, ഫെംറ്റോലിറ്റർ, FL എന്ന് പറഞ്ഞാൽ ഫെംറ്റോലിറ്റർ ആണ്. ഈ MCV എക്സ്പ്രസ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ്, വളരെ ചെറിയൊരു വാല്യൂ ആണ്, മെഷർമെൻ്റ് ആണത്. ദെൻ MCHC ദാറ്റ് ഈസ് ദ മീൻ കോർപ്പസ്കുലർ ഹീമോഗ്ലോബിൻ കോൺസെൻട്രേഷൻ ആണ് MCHC. നോർമലി നമ്മൾ ഗ്രാം പെർ ഡെസിലിറ്ററിലാണ് എക്സ്പ്രസ് ചെയ്യുക. ഡെസിലിറ്റർ എന്ന് പറഞ്ഞാൽ 100 ml. ഓക്കെ, ഡെസിലിറ്റർ 100 ml. സോ 30% ആണ് ഇവിടെ തന്നിട്ടുള്ളത്. പേഷ്യൻറ്റിൻ്റെ ലാബ് വാല്യൂസ് നമുക്ക് തന്നിട്ടുണ്ട്. ദെൻ ഏത് ടൈപ്പ് ഓഫ് അനീമിയ ആണ് ഈ ഫൈൻഡിങ്സുമായിട്ട് ഏറ്റവും കൂടുതൽ മാച്ച് ആവുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. സോ ഓപ്ഷൻസ് പറഞ്ഞിട്ടുള്ളത് നോർമോസൈറ്റിക് നോർമോക്രോമിക് അനീമിയ, മൈക്രോസൈറ്റിക് ഹൈപ്പോക്രോമിക് അനീമിയ, മാക്രോസൈറ്റിക് അനീമിയ, ഹീമോളൈറ്റിക്
അനീമിയ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അനീമിയാസ് ആണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നോർമോസൈറ്റിക് എല്ലാം അനീമിയാണ് അല്ലേ. അനീമിയ എന്ന് പറയുമ്പോൾ എന്താണ്, ഹീമോഗ്ലോബിൻ്റെ കോൺസെൻട്രേഷൻ കുറവാണ് അല്ലേ. ഹീമോഗ്ലോബിൻ കോൺസെൻട്രേഷൻ കുറവാകുന്ന ഒരവസ്ഥയാണ് അനീമിയ എന്ന് പറയുന്നത്. അപ്പോൾ നോർമോസൈറ്റിക് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സെൽസ് നമ്പർ ഓഫ് സെൽസ് അവിടെ നോർമൽ ആയിട്ടുണ്ട്, ബട്ട് സ്റ്റിൽ ദർ ഈസ് അനീമിയ അല്ലേ. ലൈക്ക് അതിൻ്റെ സൈസിന് നോർമോസൈറ്റിക് മീൻസ് RBCയുടെ അല്ലെങ്കിൽ അതിൻ്റെ സൈസ് നോർമലാണ്, ബട്ട് നമ്പർ ഓഫ് സെൽസ് കുറവാണ് അല്ലേ. അനീമിയ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സെൽസ് കുറയാണ്, RBCസിൻ്റെ ഹീമോഗ്ലോബിൻ കണ്ട് കുറയുന്ന ഒരു കണ്ടീഷനാണ്. സോ നോർമോസൈറ്റിക് മീൻസ് സൈസ് നോർമലാണ്, പക്ഷേ സ്റ്റിൽ ഇറ്റ് ഈസ് അനീമിയ. കണ്ടൻറ്റ് സെൽ കൗണ്ട് കുറവാണ്. നോർമോക്രോമിക് എന്ന് പറഞ്ഞാൽ അഗൈൻ ദാറ്റ് ഈസ് ലൈക്ക് എന്താണ് വോളിയം അല്ലെങ്കിൽ RBCസിൽ അതിലുള്ള ഹീമോഗ്ലോബിൻ്റെ കണ്ടൻറ്റ് ലൈക്ക് സൈസ് ഓഫ് RBC ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് ഇൻ ഹീമോഗ്ലോബിൻ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്രോമിക് സംതിങ് റിലേറ്റഡ് ടു കളർ അല്ലേ. നമുക്ക് RBCസിന് ആ ഒരു കളർ കൊടുക്കുന്ന പ്രോട്ടീനാണ് എന്ത്, ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് നോർമോക്രോമിക് അനീമിയ. ദെൻ മൈക്രോസൈറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽ കൗണ്ട് കുറവാണ്, MCV മീൻ കോർപ്പസ്കുലർ വാല്യൂം. ഓക്കെ, സൈസ് ഓഫ് ദി അനീമിയ എന്ന് പറയുന്നത് ചെറുതാണ്. ദെൻ ഹൈപ്പോക്രോമിക് എന്ന് പറഞ്ഞാൽ ലൈക്ക് ഹീമോഗ്ലോബിൻ്റെ കണ്ടൻറ്റ് അവിടെ കുറവാണ്. ദെൻ മാക്രോസൈറ്റിക് അനീമിയ എന്ന് പറഞ്ഞാൽ അവിടെ RBCs ഇൻ ബിഗ്ഗർ സൈസാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ ഹീമോളൈറ്റിക് അനീമിയ ആക്ച്വലി റപ്ചർ ഓഫ് RBC ആണ് അവിടെ നടക്കുന്നത്. പലതരത്തിലുള്ള ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസ് ഒക്കെ ഹീമോളൈറ്റിക് അനീമിയ ഉണ്ടാക്കുന്നുണ്ട്. ഇമ്മെച്യൂർ ആയിട്ടുള്ള RBCസിൻ്റെ ഫോർമേഷൻ എല്ലാം തന്നെ ഹീമോളൈറ്റിക് അനീമിയ പോലെയുള്ള കണ്ടീഷൻസിലേക്ക് ലീഡ് ചെയ്യിക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് ഇതിൻ്റെ കറക്റ്റ് ആൻസർ അറിയണമെങ്കിൽ നമുക്കിതിൻ്റെ നോർമൽ വാല്യൂസ് അറിയണം അല്ലേ. MCVയും MCHC ഒക്കെ എങ്ങനെയാണ് ഒരു നോർമൽ റേഞ്ച് വരുന്നതെന്ന്. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് മീൻ കോർപ്പസ്കുലർ വോളിയം ദാറ്റ് ഈസ് MCV വിച്ച് റിഫ്ലെക്ട്സ് ദി ആവറേജ് വോളിയം ഓഫ് റെഡ് ബ്ലഡ് സെൽസ് ഇൻ എ സാമ്പിൾ. That is helping us to distinguish between different types of anemia, microcytic, normocytic or macrocytic. So MCV value ranges normally വരുന്നത് between 80 and 100 femtoliterലാണ്. 80 and 100 ആണ് പറയുന്നത്. അപ്പോൾ ഇവിടെ വന്നേക്കുന്നത് എത്രയാണ്, 72 ആണ് അല്ലേ. അപ്പോൾ എന്താണ്, കുറവാണ്, വാല്യൂ കുറവാണ്. So impaired hemoglobin production that is typical of IDA, iron deficiency അനീമിയയുടെ ഏറ്റവും ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ളൊരു ഫീച്ചറാണ് ഇമ്പയർഡ് ഹീമോഗ്ലോബിൻ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ ബീറ്റ താലസീമിയ ഒരു ഹെറിഡിറ്ററി ഡിസീസാണ് അല്ലേ. അവിടെയും ഇതുപോലെ തന്നെ RBCസിൻ്റെ പ്രൊഡക്ഷൻ എല്ലാം കുറവാണ്, വിച്ച് ഇസ് റിസൾട്ട് ഇൻ മൈക്രോസൈറ്റിക് RBCs. അതായത് സെല്ലിൻ്റെ സൈസ്, RBCസിൻ്റെ സൈസ് കുറവായിരിക്കും, വിത്ത് MCV വാല്യൂസ് എപ്പോഴും ആ കേസിൽ ലെസ് ദാൻ 80 ഫ്ലൂയിഡ് ഔൺസ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് എന്തായിരുന്നു, 72 femtoliter വരുന്നത് അല്ലേ. അപ്പോൾ മൈക്രോസൈറ്റിക് ആണ്. ഇനി MCHC വാല്യൂ അവിടെ തന്നിട്ടുണ്ട്. ഇൻ കോൺട്രാസ്റ്റ് ഇനി നമ്മൾ വേറൊരു കണ്ടീഷൻ പറയുകയാണ്, MCV വാല്യൂ 100 femtoliterനെക്കാട്ടിയും കൂടുതലാകുന്ന കണ്ടീഷനാണ് എങ്കിൽ എന്താണ്, ദാറ്റ് ഈസ് മെയിൻലി അസോസിയേറ്റഡ് വിത്ത് അബ്നോർമൽ എറിത്രോപോയസിസ് എന്ന് പറഞ്ഞാൽ RBCs ബോൺ മാരോയിൽ നിന്ന് സിന്തസൈസ് ചെയ്യുന്ന പ്രോസസ്സാണ്. അപ്പോൾ അത് അബ്നോർമൽ ആകുമ്പോൾ എന്ത് സംഭവിക്കും, എസ്പെഷ്യലി ഈ ഒരു സിറ്റുവേഷൻ കാണുന്നത് വൈറ്റമിൻ B12, അതുപോലെ ഫോളേറ്റ് ഡെഫിഷ്യൻസി, ദെൻ മൈലോ ഡിസ്പ്ലാസിയ എന്ന് പറയുന്ന ബോൺ മാരോ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അബ്നോർമൽ ഡിസീസ് കണ്ടീഷനാണ്, അതിലെല്ലാമാണ്. അപ്പോൾ ആ കേസിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്രോസൈറ്റിക് അനീമിയ, പൊതുവെ RBCസിൻ്റെ സൈസ് അവിടെ കൂടുകയാണ് ചെയ്യുക. ലൈക്ക് മെഗാലോബ്ലാസ്റ്റിക് അനീമിയ എല്ലാം അതിൽ വരുന്നതാണ്. ഇനി നോർമോസൈറ്റിക് അനീമിയ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ നോർമൽ MCV വാല്യൂസ് ആണ്, ആൻഡ് ദെയർ വിൽ ബി നമ്പർ ഓഫ് RBCs എങ്ങനെയായിരിക്കും, റെഡ്യൂസ്ഡ് ആവും. പൊതുവേ അങ്ങനെയുള്ള കണ്ടീഷൻസ് വരുന്നത് എപ്പോഴും അക്യൂട്ട് ബ്ലീഡിങ്, അതുപോലെ ഹീമോലിസിസ്, ദെൻ ക്രോണിക് കിഡ്നി ഡിസീസ് പോലുള്ള കണ്ടീഷൻസിലൊക്കെ വരാറുണ്ട്. ഇനി MCHC വാല്യൂ ദാറ്റ് ഈസ് മീൻ കോർപ്പസ്കുലർ
ഹീമോഗ്ലോബിൻ കോൺസെൻട്രേഷനാണ്. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആവറേജ് എമൗണ്ട് ഓഫ് ഹീമോഗ്ലോബിൻ ഇൻ ഈച്ച് റെഡ് ബ്ലഡ് സെൽ റിലേറ്റീവ് ടു ഇറ്റ്സ് വോളിയം. അതായത് ഒരു ആർ ബി സിയിൽ അതിൻ്റെ വോളിയത്തിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിലുള്ള ഹീമോഗ്ലോബിൻ്റെ ആവറേജ് എമൗണ്ടിനെയാണ് MCHC ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നോർമൽ വാല്യൂസ് എപ്പോഴും വരുന്നത് 32-നും 36-നും ഇടയിലാണ് ഗ്രാം പെർ ഡെസിലിറ്റർ. നമ്മൾ പെർസെൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാം അല്ലേ, ഡെസിലിറ്റർ എന്ന് പറഞ്ഞാൽ 100 ml ആണ്. സോ 32% to 36% ഒക്കെയാണ് നോർമൽ വാല്യൂ വരിക. പക്ഷെ നമ്മുടെ കേസിൽ ഇവിടെ 30% ഉള്ളൂ, പേഷ്യൻറ്റിന് കുറവാണ്. ഓക്കെ, സോ വെൻ ദ MCHC 32-നെക്കാട്ടിയും കുറവാണ് എന്ന് പറഞ്ഞാൽ സെൽസ് എങ്ങനെയായിരിക്കും? ദേ ആർ കൺസിഡേർഡ് ഹൈപ്പോക്രോമിക് ആയിരിക്കും. കാരണം അതിലുള്ള ഹീമോഗ്ലോബിൻ്റെ അളവ്, ഹീമോഗ്ലോബിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് കുറവായിരിക്കും. സോ ദേ വിൽ ഡിസ്പ്ലേ എ ലാർജർ ദാൻ നോർമൽ സെൻട്രൽ പാലർ വെൻ വ്യൂഡ് ഓൺ സ്റ്റെയിൻഡ് പെരിഫറൽ ബ്ലഡ് സ്മിയർ. അതായത് നമ്മൾ RBCs മൈക്രോസ്കോപ്പിൽ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ അതിൻ്റെ സെൻട്രൽ പോർഷനിലുള്ള പാലർ നോർമലി അത്യാവശ്യത്തിന് ഹീമോഗ്ലോബിൻ കണ്ടൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ഒരു സെൻട്രൽ പാലർ എന്ന് പറയുന്നത് ചെറുതായിരിക്കും. പക്ഷേ ഇവിടെ ഹീമോഗ്ലോബിൻ കണ്ടൻറ്റ് വളരെ കുറവായതുകൊണ്ട് അതിൻ്റെ സെൻട്രലിലുള്ള മൈക്രോസ്കോപ്പിലൂടെ ഒബ്സർവ് ചെയ്യുമ്പോൾ ഉള്ള സെൻട്രൽ പാലർ ആക്ച്വലി കൂടുതലായിട്ടായിരിക്കും നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ അത് ഹൈപ്പോക്രോമിക് ആയിട്ടുള്ള കണ്ടീഷനാണ്. 32 ഗ്രാം പെർ ഡെസിലിറ്ററിനെക്കാട്ടിയും MCHC വാല്യൂസ് കുറഞ്ഞാലുണ്ടാകുന്ന സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പേഷ്യൻറ്റിന് ഉള്ള ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഹീസ് ഹാവിങ് മൈക്രോസൈറ്റിക് ഹൈപ്പോക്രോമിക് അനീമിയാണ് പേഷ്യൻറ്റിന് ഉള്ളത്. കോമൺലി കണ്ടീഷൻസ് കാണുന്നത് അയൺ ഡെഫിഷ്യൻസി അനീമിയ, അതുപോലെ താലസീമിയ പോലെയുള്ള കേസസിലാണ്. Next question. A nurse sustains a needle stick injury while administering medication to a patient known to be hepatitis B surface antigen HBsAg positive. The nurse has completed the hepatitis vaccination series but has not undergone post-vaccination serology testing. What is the most appropriate post-exposure management for the nurse? അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എന്താണ്? ഒരു നേഴ്സ് അല്ലേ, ഒരു ഹെൽത്ത് വർക്കർ ആക്സിഡൻ്റലി എന്താണ് ഹെപ്പറ്റൈറ്റിസ് ബി ഇൻഫെക്ഷൻ പോസിറ്റീവ് ആയിട്ടുള്ളൊരു പേഷ്യൻറ്റിൻ്റെ അടുത്തുനിന്നും ഒരു നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി നേഴ്സിന് കിട്ടി അല്ലേ. ഹെപ്പറ്റൈറ്റിസ് ബി സർഫസ് ആൻറ്റിജൻ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഹെപ്പറ്റൈറ്റിസ് ബിയുടെ ഒരു ഡയഗ്നോസിസ് അല്ലെങ്കിൽ ഒരു ഡിറ്റക്ഷൻ ടെസ്റ്റാണ് അല്ലേ. അപ്പോൾ അത് പേഷ്യൻ്റ് ഹെപ്പറ്റൈറ്റിസ് ബി പോസിറ്റീവാണ്. സോ നേഴ്സിന് ആക്സിഡൻ്റലി ഷീ ഗോട്ട് ആൻ ഇഞ്ചുറി. ആൻഡ് നമുക്ക് അറിയാവുന്ന ഒരു കാര്യം, നേഴ്സ് ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിനേഷൻ്റെ സീരീസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. നമ്മൾ 016 എന്ന് പറയുന്ന ബി വാക്സിനേഷൻ സീരീസ് പറയാറുണ്ട്. സോ ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിനേഷൻ സീരീസ് എല്ലാം തന്നെ കറക്റ്റായിട്ട് നേഴ്സ് എടുത്തിട്ടുണ്ട്. ബട്ട് ഹാസ് നോട്ട് അണ്ടർഗോൺ പോസ്റ്റ് വാക്സിനേഷൻ സെറോളജിക്കൽ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ വാക്സിനേഷന് ശേഷം നേഴ്സിൻ്റെ ബ്ലഡിൽ അല്ലെങ്കിൽ സെറത്തിലുള്ള ആൻറ്റിബോഡി പ്രൊഡക്ഷൻ പ്രോപ്പറാണോ, അതായത് പ്രൊട്ടക്ഷൻ കിട്ടാൻ പാകത്തിന് പ്രോപ്പറാണോ എന്നുള്ള അസസ്മെൻറ്റ് നടത്തിയിട്ടില്ല അല്ലേ. ലൈക്ക് നമ്മൾ ഹെപ്പറ്റൈറ്റിസിനോട് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ ആക്ട് ചെയ്യണമെങ്കിൽ എന്താണ്, അതിനോട് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആൻറ്റിബോഡി ഇനഫായിട്ട് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകണം. അപ്പോൾ ആ ഒരു ടെസ്റ്റ് ഇവിടെ കൺഫേംഡ് അല്ല. സോ അങ്ങനത്തെ കേസിൽ പോസ്റ്റ് എക്സ്പോഷർ മാനേജ്മെൻറ്റ് എങ്ങനെയാണ്, ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പോസ്റ്റ് എക്സ്പോഷർ മാനേജ്മെൻറ്റ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഓപ്ഷൻസ് തന്നേക്കുന്ന ഒന്ന്, നോ ട്രീറ്റ്മെൻറ്റ് ഈസ് നെസസറി. കാര്യം നേഴ്സ് കംപ്ലീറ്റ് വാക്സിനേഷൻ എല്ലാം എടുത്തിട്ടുള്ള ആളാണെന്നാണ് പറയുന്നത്. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് ഫർദർ ആവശ്യമില്ല, അങ്ങനെയാണോ? അടുത്തത്, അഡ്മിനിസ്റ്റർ 1 ഡോസ് ഓഫ് ഹെപ്പറ്റൈറ്റിസ് ബി ഇമ്മ്യൂണോഗ്ലോബുലിൻ ആൻഡ് ഇനീഷ്യേറ്റ് റീവാക്സിനേഷൻ. അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബിയുടെ ഇമ്മ്യൂണോഗ്ലോബുലിൻ ഇമ്മ്യൂണോഗ്ലോബുലിൻ അഡ്മിനിസ്റ്റർ ചെയ്യുക, ദെൻ വീണ്ടും റീവാക്സിനേറ്റ് ചെയ്യുക, ദെൻ അഡ്മിനിസ്റ്റർ 2 ഡോസസ് ഓഫ് ഹെപ്പറ്റൈറ്റിസ് ബി ഇമ്മ്യൂണോഗ്ലോബുലിൻ, ദാറ്റ് ഈസ് 1 month അപ്പാർട്ട്, ഒരു മാസത്തിൻ്റെ ഗ്യാപ്പിൽ അഡ്മിനിസ്റ്റർ ചെയ്യുക, ദെൻ ഇനീഷ്യേറ്റ് എ 14-day കോഴ്സ് ഓഫ് ആൻറ്റി വൈറൽ തെറാപ്പി കൊടുക്കുക. ഇതിൽ ഏത് ഓപ്ഷനായിരിക്കും പ്രോപ്പറായിട്ട് വരിക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ വരുന്നത് അക്കോർഡിംഗ് ടു CDC അല്ലെങ്കിൽ WHO ഇമ്മ്യൂണൈസേഷൻ ഗൈഡ് ലൈൻസ് അനുസരിച്ച് വരിക. ഇവിടെ
നേഴ്സിൻ്റെ കേസിൽ ഈവൻ വാക്സിനേഷൻ സീരീസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും സെറോളജിക്കൽ ടെസ്റ്റിങ്ങിൽ നമുക്കറിയത്തില്ല ഇനഫ് ആൻറ്റിബോഡീസ് പ്രസൻ്റ് ആണോ അല്ലയോ എന്നുള്ളത്. അപ്പം അങ്ങനെ ഒരു കേസ് വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 1 ഡോസ് ഓഫ് ഹെപ്പറ്റൈറ്റിസ് ബി ഇമ്മ്യൂണോഗ്ലോബുലിൻ നമ്മൾ കൊടുക്കുക. അത് കൊടുക്കുക മാത്രമല്ല കൂടെ റീവാക്സിനേഷൻ നടത്തുക കൂടി ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. Okay, so according to CDC guidelines, a health worker who has completed the hepatitis B vaccination series but has not undergone post-vaccination serological testing and is exposed to an hepatitis B surface antigen positive source, if the exposed person's anti-hepatitis B antibody level is unknown, they should receive 1 dose of hepatitis B immunoglobulin and initiate revaccination. So this approach ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് പാസീവ് ഇമ്മ്യൂണിറ്റി കിട്ടും അല്ലേ. പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ റെഡിമെയ്ഡ് ആയിട്ട് ആൻറ്റിബോഡീസ് ബോഡിയിലേക്ക് വരുവാണ്. സോ ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ആണ് നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. സോ ദെൻ നമ്മൾ റീവാക്സിനേഷൻ നടത്തുന്നത് വഴി പേഷ്യൻറ്റിന് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റിയും കിട്ടും, ബോഡിയിൽ ആൻറ്റിബോഡി പ്രൊഡക്ഷനും ഇനഫായിട്ട് നടക്കും. സോ പോസ്റ്റ് വാക്സിനേഷൻ സെറോളജി ടെസ്റ്റിംഗ് ഷുഡ് ബി കണ്ടക്റ്റഡ് 1 to 2 months ആഫ്റ്റർ ഫൈനൽ വാക്സിൻ ഡോസ് ടു കൺഫേം ഇമ്മ്യൂണിറ്റി. അതായത് ലാസ്റ്റ് വാക്സിനേഷൻ എടുത്തതിന് ശേഷം ഒരു 1 to 2 months ഉള്ളിൽ തന്നെ നമ്മൾ അവരുടെ സെറോളജിക്കൽ ലൈക്ക് അവരുടെ ബ്ലഡിൽ ഇനഫായിട്ടുള്ള ഹെപ്പറ്റൈറ്റിസ് ബിക്ക് എതിരെ ആയിട്ടുള്ള ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ്ഡ് ആയിട്ടുണ്ടോ എന്ന് നമ്മൾ കൺഫേം ചെയ്യണം. അപ്പോൾ സപ്പോസ് ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞു ഇവിടെ നേഴ്സ് ഈ പറയുന്ന സെറോളജിക്കൽ ടെസ്റ്റിംഗ് നടത്തിയിട്ടില്ല, ആൻറ്റിബോഡി അവരുടെ ബോഡിയിൽ പ്രൊട്ടക്ഷന് ഇനഫായിട്ടുള്ള രീതിയിൽ അവൈലബിൾ ആണോ എന്നുള്ള ടെസ്റ്റിംഗ് നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. സപ്പോസ് നമ്മൾ ടെസ്റ്റിംഗ് നടത്തി അപ്പോൾ ആ കേസിൽ 10 milli IU/ml ഓക്കെ, ഈ ഒരു കോൺസെൻട്രേഷനിൽ അവരുടെ സെറത്തിൽ അല്ലെങ്കിൽ അവരുടെ ബ്ലഡിൽ ഹെപ്പറ്റൈറ്റിസ് ബിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആൻറ്റിബോഡി ഈ ഒരു കോൺസെൻട്രേഷനെക്കാട്ടിയും കൂടുതൽ അവൈലബിൾ ആണ് എങ്കിൽ ഫർദർ ട്രീറ്റ്മെൻറ്റ് വേണ്ട. ഓക്കെ, ഇവിടുത്തെ കേസ് പറഞ്ഞേക്കുന്ന ഈ ഒരു നേഴ്സ് ഷീ ഡസിൻ അണ്ടർഗോൺ പോസ്റ്റ് വാക്സിനേഷൻ സെറോളജിക്കൽ ടെസ്റ്റിംഗ് എന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ ഓൾറെഡി സെറോളജിക്കൽ ടെസ്റ്റിങ്ങിൽ അവരുടെ ബോഡിയിൽ 10 milli ഇൻ്റർനാഷണൽ യൂണിറ്റ് പെർ ml ആൻറ്റിബോഡി അത്രയും പെർ ml ഓഫ് ബ്ലഡിൽ ഇത്രയും ആൻറ്റിബോഡി ഇതിനെക്കാട്ടിയും കൂടുതൽ ഹെപ്പറ്റൈറ്റിസ് ബി ഇൻഫെക്ഷനെതിരെ പ്രൊഡ്യൂസ്ഡ് ആണ് എങ്കിൽ അവർക്ക് ഫർദർ ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യം വരുന്നില്ല. പക്ഷേ ഇതിനെക്കാട്ടിയും കുറവാണ് അവരുടെ സെറത്തിൽ വരുന്നതെങ്കിൽ ഇതുപോലെ ഇമ്മ്യൂണോഗ്ലോബുലിൻസ് നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യണം. ഇവിടുത്തെ കേസിൽ ഈ ഒരു ഐഡിയ നമുക്ക് ഇല്ല. അപ്പോൾ ഗൈഡ് ലൈൻസ് പറയുന്നത് അങ്ങനെയാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ പേഷ്യൻറ്റ് പ്രസൻസ് വിത്ത് അന്യൂറിയ, ഫാറ്റീഗ്, ഹൈപ്പോടെൻഷൻ ആൻഡ് ലോ സെറം ആൽബുമിൻ. ദ പേഷ്യൻറ്റ് ഈസ് കറൻ്റ്ലി ഓൺ ഫെനിറ്റോയിൻ ആൻഡ് ഫ്യൂറിസമൈഡ്. വാട്ട് ഈസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് നെക്സ്റ്റ് സ്റ്റെപ്പ് ഇൻ മാനേജ്മെൻറ്റ്? അപ്പോൾ പേഷ്യൻറ്റ് പ്രസൻസ് വിത്ത് അന്യൂറിയ എന്ന് പറഞ്ഞാൽ യൂറിൻ ഔട്ട്പുട്ട്, റെഡ്യൂസ്ഡ് യൂറിൻ ഔട്ട്പുട്ടാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ ഫാറ്റീഗ് ആൻഡ് ഹൈപ്പോടെൻഷൻ, BP ലോ ആണ്, അതുപോലെ സെറം ആൽബുമിൻ ലെവൽ കുറവാണ്. ദെൻ പേഷ്യൻറ്റിൻ്റെ ഒരു മെഡിക്കേഷൻ ഹിസ്റ്ററി പറഞ്ഞേക്കുന്ന ഫെനിറ്റോയിനും ഫ്യൂറിസമൈഡും എടുക്കുന്നുണ്ട്. അപ്പം നമുക്കറിയാം ഫെനിറ്റോയിൻ ഒരു ആൻറ്റി എപ്പിലെപ്റ്റിക് ഡ്രഗാണ് അല്ലേ, ആൻറ്റി എപ്പിലെപ്റ്റിക് ഡ്രഗാണ്. ദെൻ ഫ്യൂറിസമൈഡ് ആണെങ്കിൽ ഡയൂറിറ്റിക് ആണ്, ലൂപ്പ് ഡയൂറിറ്റിക് ആണ്. ദെൻ ഫെനിറ്റോയിൻ വേറെ എന്തൊക്കെ ആക്ഷനാണുള്ളത്? നമ്മൾ ആൻറ്റി അരിത്മിക് ആയിട്ടും ക്ലാസ് 1 ആൻറ്റി അരിത്മിക് ആയിട്ട് എടുക്കാറുള്ള ഒരു ഡ്രഗ് കൂടിയാണ് ഫെനിറ്റോയിൻ. ഇപ്പോൾ പേഷ്യൻറ്റിൻ്റെ മെഡിക്കേഷൻ ഹിസ്റ്ററി പറയുന്നത് ഇതാണ്. ദെൻ വാട്ട് ഈസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് നെക്സ്റ്റ് സ്റ്റെപ്പ് ഇൻ മാനേജ്മെൻറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ പേഷ്യൻറ്റിൻ്റെ BP ലോ ആണ്, യൂറിൻ ഔട്ട്പുട്ട് കുറവാണ്, സെറം ആൽബുമിൻ ലെവലും കുറവാണ്. അപ്പം അങ്ങനെ ഒരു കേസിൽ എന്തായിരിക്കാം നോർമലി സംഭവിക്കുക? നമുക്കറിയാം ഫെനിറ്റോയിനും ഫ്യൂറിസമൈഡും ഒക്കെ ഹൈലി പ്രോട്ടീൻ ബൗണ്ട് ആയിട്ടുള്ള ഡ്രഗ്സ് ആണ്. ഓക്കെ, ആൽബുമിനോടെല്ലാം ഹൈലി അഫിനിറ്റി ഉള്ള ഡ്രഗാണ്. അപ്പം സെറം ആൽബുമിൻ കുറയുക എന്ന് പറഞ്ഞാൽ ഈ ഫെനിറ്റോയിൻ്റെ ഒക്കെ ഫ്രീ ലെവൽ എന്താവും?
ഇൻക്രീസ്ഡ് ആവും. ഫ്രീ ഡ്രഗിൻ്റെ കോൺസെൻട്രേഷൻ കൂടും. സോ സ്വാഭാവികമായിട്ടും ഫ്രീ ആയിട്ടുള്ള ഡ്രഗിൻ്റെ കോൺസെൻട്രേഷൻ ബോഡിയിൽ കൂടുക എന്ന് പറഞ്ഞാൽ ടോക്സിസിറ്റീസ് വേഴ്സൺ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ വെക്കുക. ഇനി നമ്മുടെ ഓപ്ഷൻസ് നോക്കുക. മാനേജ്മെൻറ്റിൻ്റെ ഓപ്ഷൻസ് പറഞ്ഞിട്ടുള്ളത്, ഒന്ന്, ഇൻക്രീസ് ദ ഡോസ് ഓഫ് ഫ്യൂറിസമൈഡ് ടു സ്റ്റിമുലേറ്റ് ഡയൂറിസിസ്. ഓക്കെ, ഡയൂറിസിസ് സ്റ്റിമുലേറ്റ് ചെയ്യാൻ ഫർദർ ഡോസ് ഇൻക്രീസ് ചെയ്യാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതങ്ങനെ ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം ദെൻ അഗെയിൻ ഓൾറെഡി പേഷ്യൻറ്റിന് ഹൈപ്പോടെൻഷനാണ്. അങ്ങനെ ചെയ്താൽ മോർ വേഴ്സണിങ് ഓഫ് BP പോലുള്ള കണ്ടീഷൻസ് വീണ്ടും ഉണ്ടാകാം. ദെൻ അഡ്മിനിസ്റ്റർ ഇൻട്രാവീനസ് ഫ്ലൂയിഡ്സ് ആൻഡ് ടെമ്പററിലി ഡിസ്കണ്ടിന്യൂ ഫ്യൂറിസമൈഡ് ആൻഡ് ഫെനിറ്റോയിൻ. ഇപ്പോൾ ഈ ഒരു അവസ്ഥ പേഷ്യൻറ്റിന് വരുന്നത് മേ ബി പല റീസൺസ് കൊണ്ട് വരാം അല്ലേ. ഇപ്പോൾ ഷോക്ക് പോലെയുള്ള കണ്ടീഷൻസ് ലൈക്ക് സിവിയർ ഡീഹൈഡ്രേഷൻ ഒക്കെ വരുന്ന കേസിലാണെങ്കിൽ എന്താണ്, പേഷ്യൻറ്റിന് നമ്മൾ പ്രോപ്പറായിട്ടുള്ള IV ഫ്ലൂയിഡ്സൊക്കെ അഡ്മിനിസ്റ്റർ ചെയ്യേണ്ട ഒരു നെസസിറ്റി ഉണ്ട്. ദെൻ അടുത്ത ഓപ്ഷൻ പറയുന്നത്, അഡ്മിനിസ്റ്റർ ഇൻട്രാവീനസ് ആൽബുമിൻ എലോങ് വിത്ത് ഫിറിസമൈഡ് ടു എൻഹാൻസ് ഡയൂറിറ്റിക് എഫക്റ്റ്. ആൽബുമിൻ്റെ ഇൻട്രാവീനസ് കോൺസെൻട്രേഷൻ കൊടുക്കുക ഫിറിസമൈഡിൻ്റെ കൂടെ ടു എൻഹാൻസ് ഡയൂറിറ്റിക് എഫക്റ്റ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത്. ദെൻ ആഡ് വാസോപ്രസേഴ്സ് ആൻഡ് കണ്ടിന്യൂ കറൻറ്റ് മെഡിക്കേഷൻസ് കൊണ്ടുപോകാം. ദെൻ നമ്മൾ വാസോപ്രസേഴ്സ് കൊടുത്താൽ മതി എന്നാണ് പറയുന്നത്. അപ്പം ഇതിൽ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൻസർ വരിക, പേഷ്യൻറ്റിൻ്റെ സിറ്റുവേഷൻ നമ്മൾ നോക്കുക. അപ്പം ഇവിടെ പേഷ്യൻ്റ് ഓൾറെഡി ലോ സെറം ആൽബുമിൻ എന്ന് പറയുന്ന കേസെല്ലാം വരുന്നു, BP വളരെ കുറയുന്നു. അപ്പോൾ ആ കേസിൽ ഫെനിറ്റോയിനും ഫെറിസമൈഡും നമ്മൾ കണ്ടിന്യൂ ചെയ്തു പോകുന്നത് ഒരു പ്രോപ്പറായിട്ടുള്ളൊരു തെറാപ്പിയല്ല. കാരണം ടോക്സിസിറ്റി പ്രൊഫൈൽ വീണ്ടും വേഴ്സൺ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പം എപ്പോഴും ഈ ഫ്രീ ഫെനിറ്റോയിൻ്റെ ലെവൽ നമ്മൾ മെഷർ ചെയ്യണം. ഓക്കെ, ഫ്രീ ഫെനിറ്റോയിൻ ഫെനിറ്റോയിൻ്റെ ബ്ലഡിലുള്ള ഫ്രീ ലെവൽ കൂടുമ്പോഴാണ് ടോക്സിസിറ്റി പ്രൊഫൈൽ കൂടുക. അപ്പോൾ ആ ഫ്രീ ഫെനിറ്റോയിൻ ലെവലും ഒന്ന് അസസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സ്റ്റിൽ ലൈക്ക് ടോക്സിസിറ്റി ലെവലിൽ എത്തിയിട്ടുണ്ട് എങ്കിൽ നമ്മൾ ആദ്യം പേഷ്യൻറ്റിനെ നമ്മൾ ഓക്കെ ആക്കാനായിട്ടാണ് നോക്കേണ്ടത്. പേഷ്യൻറ്റിൻ്റെ വോളിയം ബാലൻസും അതുപോലെ ഷോക്ക് കണ്ടീഷൻ അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ കണ്ടീഷനെല്ലാം പ്രിവെൻറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, വി ഹാവ് ടു അഡ്മിനിസ്റ്റർ ഇൻട്രാവീനസ് ഫ്ലൂയിഡ് ആൻഡ് ടെമ്പററിലി ഡിസ്കണ്ടിന്യൂ ഫ്യൂറിസമൈഡ് ആൻഡ് ഫെനിറ്റോയിൻ. ഓക്കെ, ടെമ്പററിലി ഡിസ്കണ്ടിന്യൂ ഫ്യൂറിസമൈഡ് ആൻഡ് ഫെനിറ്റോയിൻ. അപ്പോൾ നമുക്കറിയാം ഈ ഫ്യൂറിസമൈഡും ഫെനിറ്റോയിനും പോലെയുള്ള ഡ്രഗ്സ് ഒന്നും നമുക്കങ്ങനെ ടെമ്പററിലി വിഡ്രോവൽസ് നമ്മൾ പറയാത്ത, ടെമ്പററിലി അല്ല സഡൻ വിഡ്രോവൽ പറയാത്ത കണ്ടീഷനാണ്. പക്ഷേ ഇവിടെ നമ്മൾ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനുള്ള കാര്യം പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ വേഴ്സൺ ആയതുകൊണ്ടാണ്. അപ്പോൾ ഡിപ്പെൻഡ് ഓൺ ടോക്സിസിറ്റി അനുസരിച്ചിട്ടാണ് നമ്മൾ ആ ഒരു ഡിസിഷൻ എടുക്കുക. അപ്പം പേഷ്യൻറ്റിൻ്റെ ടോക്സിസിറ്റി പ്രൊഫൈൽ വളരെ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഈ പറയുന്ന ഡ്രഗ്സിനെ ടെമ്പററിലി ഡിസ്കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലൊരു ഓപ്ഷൻ ഉള്ളത്, ആൽബുമിൻ ബൈൻഡിങ് കുറവുള്ള ഏതെങ്കിലും ഒരു ആൻറ്റി എപ്പിലെപ്റ്റിക് മെഡിക്കേഷനിലേക്ക് വേണമെങ്കിൽ നമുക്ക് സ്വിച്ച് ചെയ്യാനായിട്ടും ഒരു ഓപ്ഷൻസ് പറയാറുണ്ട്. ലൈക്ക് ലെവിട്രാസെറ്റാം പോലെയുള്ള ആൽബുമിൻ ബൈൻഡിങ് അഫിനിറ്റി കുറവുള്ള ഡ്രഗ്സ് നമുക്ക് വേണമെങ്കിൽ സ്വിച്ച് ചെയ്യാമെന്നും ടോക്സിസിറ്റി കണ്ടീഷൻസ് ഒക്കെ വരുമ്പോൾ പറയാറുണ്ട്. ബട്ട് സ്റ്റിൽ എപ്പോഴും സിവിയർ ടോക്സിസിറ്റി റിലേറ്റഡ് കേസ് വരുമ്പോൾ ഫസ്റ്റ് പേഷ്യൻറ്റിനെ ബാക്ക് ടു നോർമൽ ആക്കാനുള്ള മെഷർമെൻറ്റ്സ് ആണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുവാണെങ്കിൽ പേഷ്യൻറ്റ് ഷോയിങ് സൈൻസ് ഓഫ് വോളിയം ഡിപ്ലീഷൻ ആൻഡ് പുവർ റീനൽ പെർഫ്യൂഷൻ, ദാറ്റ് ഇസ് ഹൈപ്പോടെൻഷനും ഉണ്ട്, അനൂറിയ ഉണ്ട്. സോ പേഷ്യൻറ്റിൻ്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പ്രയോറിറ്റി എന്ന് പറയുന്നത് അവരുടെ ഫ്ലൂയിഡ് റിസസിറ്റേഷനാണ്, ഫ്ലൂയിഡ് ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ കണ്ടിന്യൂയിങ് അല്ലെങ്കിൽ ഇൻക്രീസിങ് ഫ്യൂറിസമൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അഗെയിൻ ഹൈപ്പോവോളിമിക് എന്ന് പറഞ്ഞാൽ ബ്ലഡ് വോളിയത്തിൻ്റെ അളവ് കുറയുന്ന കണ്ടീഷൻ വീണ്ടും കൂടും, റീനൽ ഇസ്കീമിയ എല്ലാം വരും, എസ്പെഷ്യലി അനൂറിക് പേഷ്യൻസിൽ. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ലോ ആൽബുമിൻ സെറം വന്നു കഴിഞ്ഞാൽ പ്രോട്ടീൻ ബൗണ്ട് ഡ്രഗ്സിൻ്റെ കോൺസെൻട്രേഷൻ അത് കൂട്ടും, ദാറ്റ് അഗെയിൻ ഇൻക്രീസിങ് ദ ടോക്സിസിറ്റി. സോ അതുകൊണ്ട് നമ്മൾ അവരെ ടെമ്പററിലി വിത്ത്ഹെൽഡ് ചെയ്യണം. സോ ഫസ്റ്റ് അപ്രോപ്രിയേറ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടു റിസ്റ്റോർ ഇൻട്രാവാസ്കുലർ വോളിയം വിച്ച് ക്യാൻ ഹെൽപ്പ് ടു റേസ് ദ ബ്ലഡ് പ്രഷർ ആൻഡ് ഇംപ്രൂവ് റീനൽ പെർഫ്യൂഷൻ. Then so that potentially it reversing the anuria effect. Okay, then vasopressors നമുക്ക് യൂസ് ചെയ്യാം, പക്ഷെ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്, they are not indicated unless hypotension is refractory to
ഫ്ലൂയിഡ്സ്, ഈവൻ ഫ്ലൂയിഡ്സ് യൂസ് ചെയ്തിട്ടും കറക്റ്റ് ആവുന്നില്ല എന്ന് വന്ന കേസൊക്കെ വരുമ്പോഴാണ് നമ്മൾ സെക്കൻഡ് പ്രയോറിറ്റി ആയിട്ടാണ് വാസോപ്രസേഴ്സിലേക്കൊക്കെ പോകാറ്. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ. A 2-year-old child has received the hepatitis A vaccine today and present to the clinic requesting for the MMR vaccine. MMR, measles, mumps and rubella. What is the most appropriate decision? അപ്പം ഓൾറെഡി കുട്ടി ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ എടുത്തു, ദെൻ MMR വാക്സിന് വേണ്ടിയിട്ട് പോവുകയാണ്. സോ നമ്മളവിടെ എടുക്കേണ്ട അപ്രോപ്രിയേറ്റ് ഡിസിഷൻ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ വന്നേക്കുന്നത് അഡ്മിനിസ്റ്റർ MMR വാക്സിൻ ടുഡേ ആസ് ഷെഡ്യൂൾഡ്. ഓക്കെ, എടുത്ത അന്ന് തന്നെ, അതായത് ഹെപ്പറ്റൈറ്റിസ് വാക്സിൻ എ വാക്സിൻ എടുത്ത അന്ന് തന്നെ MMR എടുക്കാം. ദെൻ MMR വാക്സിൻ നമുക്ക് പോസ്റ്റ്പോൺ ചെയ്യാം. എത്ര ദിവസത്തേക്ക്? പോസ്റ്റ്പോൺ MMR വാക്സിൻ ബൈ 4 weeks ഡ്യൂ ടു ഇൻ്റർഫിറൻസ് വിത്ത് ഹെപ്പറ്റൈറ്റിസ് എ. ദെൻ ഗീവ് ദ MMR വാക്സിൻ ആഫ്റ്റർ 24 hours ടു അവോയ്ഡ് വാക്സിൻ ഇൻ്റർഫിറൻസ്. ദെൻ ഡിഫർ ബോത്ത് വാക്സിൻസ് ആൻഡ് റീഷെഡ്യൂൾ ദം ഓൺ സെപ്പറേറ്റ് വിസിറ്റ്സ്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മളെപ്പോഴും നമുക്ക് എടുക്കേണ്ട വാക്സിൻ, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ ഓർത്തിരിക്കുക. അത് ഏത് ടൈപ്പ് ഓഫ് വാക്സിൻ ആണ് എന്നുള്ള കൺസെപ്റ്റാണ് നമ്മളിവിടെ ഓർത്തിരിക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ എന്ന് പറയുന്നത് ഒരു ഇനാക്ടിവേറ്റഡ് വാക്സിനാണ് അല്ലേ, ഒരു കിൽഡ് വാക്സിനാണ്. ദെൻ MMR ആണെങ്കിലോ ദാറ്റ് ഈസ് എ ലൈവ് അറ്റന്യൂവേറ്റഡ് വാക്സിനാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ 2 വാക്സിൻസും നമുക്ക് ഒരു ദിവസം അഡ്മിനിസ്റ്റർ ചെയ്യുന്നതിന് വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല. ഓക്കെ, ബട്ട് ഇൻ കേസ് ഇഫ് രണ്ടും ഒരു ലൈവ് വാക്സിൻ ആയിരുന്നു എങ്കിൽ നമ്മൾ ഈ പറയുന്നത് പോലെ ഒരു 4 weeks ഇൻ്റർവെല്ലിൽ നമുക്ക് കൊടുക്കണമായിരുന്നു. അപ്പോൾ ഇവിടെ ആൻസർ വരിക സെയിം ഡേയിൽ തന്നെ നമുക്ക് MMR വാക്സിൻ എടുക്കാം. കാരണം ഹെപ്പറ്റൈറ്റിസ് എ ദാറ്റ് ഈസ് ആൻ ഇനാക്ടിവേറ്റഡ് വാക്സിൻ, MMR ഈസ് ആൻ live attenuated vaccine. So according to CDC and WHO, Center for Disease Control and WHO immunization guidelines, live vaccines and inactivated vaccines can be administered simultaneously or at any interval. Okay, issues ഒന്നും തന്നെ ഇല്ല. Only 2 live vaccines not given on the same day must be spaced at least 4 weeks apart. ഓക്കെ, അപ്പം ഹെപ്പറ്റൈറ്റിസ് എ ഒരു ഇനാക്ടിവേറ്റഡ് ആയതുകൊണ്ട് ഇവിടെ സ്പേസിങ് ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ ടൈപ്പ് ഓഫ് ഡിഫറെൻറ്റ് വാക്സിൻസിൻ്റെ ആ ഒരു ക്ലാസ് ഏതാണെന്നുള്ളൊരു നോളജാണ് ഇവിടെ നമ്മളെ ആൻസറിലേക്ക് എത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ 32-year-old woman is brought to the emergency department with profuse vomiting, upper gastrointestinal hemorrhage, abdominal discomfort and markedly constricted pupils. There is no history of trauma. Which of the following drug is most likely responsible for her presentation? അപ്പോൾ ഒരു പെർട്ടിക്കുലർ ഡ്രഗ് ഒരു ലേഡി എടുത്തത് കൊണ്ടാണ് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൊണ്ടുവരേണ്ടി വന്നത്. അപ്പോൾ പ്രസൻറ്റിങ് സിംറ്റംസ് വന്നിട്ടുള്ളത് പ്രൊഫ്യൂസ് വൊമിറ്റിംഗ് ഉണ്ട്, നല്ലപോലെ വൊമിറ്റിംഗ് ഉണ്ട്. ദെൻ അപ്പർ GIT ഹെമറേജ് വരുന്നുണ്ട്. ദെൻ അബ്ഡോമിനൽ ഡിസ്കംഫേർട്ട് ഉണ്ട്. അതുപോലെ മാർക്കറ്റ്ലി ആയിട്ടുള്ള കൺസ്ട്രിക്റ്റഡ് പീപ്പിൾസ് വരുന്നുണ്ട് അല്ലേ. കൺസ്ട്രിക്റ്റഡ് പീപ്പിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മയോസിസ് ആണ് അല്ലേ. മയോസിസ് ആണ്, മാർക്കറ്റ്ലി കൺസ്ട്രിക്റ്റഡ് പീപ്പിളാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അതൊരു പിൻ പോയിൻറ്റ് പീപ്പിൾ എന്നൊക്കെ പറയാം. പിൻ പോയിൻറ്റ് പീപ്പിൾ. സോ there is no history of trauma. Okay, which of the following is the most likely drug? ഇപ്പോൾ ഓപ്ഷൻസ് വന്നേക്കുന്ന ആസ്പിരിൻ, മോർഫിൻ, അട്രോപ്പിൻ, ഐസോനിയാസിഡ് ആണ്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള സിംറ്റംസ് നമ്മൾ നോക്കുമ്പോൾ ഇതെല്ലാം തന്നെ മെയിനായിട്ടും ഒപ്പിയോയിഡ് പോയ്സണിങ്ങിൻ്റെ, ഒപ്പിയോയിഡ് ഓവർ യൂസേജിൻ്റെ ഒരു സിംറ്റംസ് ആണ് അല്ലേ. നമുക്കറിയാം ഒപ്പിയോയിഡ്സ്, മോർഫിൻ പോലെയുള്ള ഡ്രഗ്സ് അല്ലേ, ഇതിനാണ് മോർഫിൻ ആൻഡ് റിലേറ്റഡ് ഡ്രഗ്സ് നമ്മൾ പറയുന്നതാണ്. ദേ ആർ ബിലോങ്ങിങ് ടു ദ ക്ലാസ് ഓഫ് ഒപ്പിയോയിഡ്സ്. സോ ഒപ്പിയോയിഡ്സിൻ്റെ എന്താണ്? ദേ വിൽ പ്രൊഫ്യൂസ് വൊമിറ്റിംഗ് അല്ലേ. വൊമിറ്റിംഗ് എന്താണ്? ഒപ്പിയോയിഡ്സ് ഡോപ്പമൈൻ്റെ സെക്രീഷനൊക്കെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സോ CNSലെ CTZ സോൺ, അതിനെ കീമോ റിസപ്റ്റർ ട്രിഗർ സോണിനെ എന്ത് ചെയ്യും? സ്റ്റിമുലേറ്റ് ചെയ്യും. സോ ദാറ്റ് വൊമിറ്റിംഗ് അവിടെ ഉണ്ടാവും. ഓക്കെ, വൊമിറ്റിംഗ് ഉണ്ടാവും. ദെൻ
ദെൻ അതുപോലെ ഒപ്പിയോയിഡ്സ് ചെയ്യുന്ന വേറൊരു കാര്യമാണ് ദേ വിൽ ഡിലേ ദ ഗ്യാസ്ട്രിക് എംറ്റിങ്. ഓക്കെ, ഗ്യാസ്ട്രിക് എംറ്റിങ് കുറയ്ക്കുന്നുണ്ട് അല്ലേ. നമ്മളെപ്പോഴും പറയാറുണ്ട് ഒപ്പിയോയിഡ്സ് ഉള്ളവരിൽ ഒപ്പിയോയിഡ്സിൻ്റെ ടോക്സിസിറ്റി വരുമ്പോൾ എപ്പോഴും കാണുന്നതാണ് എന്താണ്, കോൺസ്റ്റിപ്പേറ്റഡ് ആയിരിക്കും എപ്പോഴും. സോ ദേ ഡിലേ ദ ഗ്യാസ്ട്രിക് എംറ്റിങ്. അതുകൊണ്ട് തന്നെ എന്ത് പറ്റും, ആസിഡ് പ്രൊഡക്ഷൻ എല്ലാം തന്നെ അല്ലേ, ആസിഡിൻ്റെ പ്രൊഡക്ഷൻ കൂടും. സോ ദെർ വിൽ ബി അൾസേഴ്സ് വരാനുള്ള സാധ്യത കൂടുതലാണ്. സോ അപ്പർ ഇൻറ്റസ്റ്റൈനൽ ഹെമറേജ്, അതുപോലെ അബ്ഡോമിനൽ ഡിസ്കംഫർട്ട്, ദെൻ അതുപോലെ പിൻ പോയിൻ്റ് പ്യൂപ്പിൾ. ദാറ്റ് ഈസ് എപ്പോഴും ഒപ്പിയോയിഡ് പോയ്സണിങ്ങിൻ്റെ നമ്മൾ ഫസ്റ്റ് എയർലി ആയിട്ട് നമ്മൾ എന്താ പറയുക ഡിറ്റക്ഷന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് അല്ലെങ്കിൽ ഒരു സിംറ്റമാണ് മയോസിസ്, പിൻ പോയിൻ്റ് പ്യൂപ്പിൾ എന്ന് പറയുന്നത്. സോ ഇതിന് ആൻസർ വരുന്നത് മോർഫിൻ ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ 45-year-old male present to the emergency department after an accidental overdose of verapamil. He is hypotensive which means BP low ആണ്. then bradycardic heart rate കുറവാണ്. then and it exhibits signs of severe toxicity. What is the most appropriate initial treatment for this patient's overdose? അപ്പോൾ ഇവിടെ എന്താണ്, പേഷ്യൻ്റ് ആക്സിഡൻ്റൽ ഓവർഡോസ് ആണ് സംഭവിച്ചിട്ടുള്ളത് അല്ലേ. ഓവർഡോസായി വെരാപ്പമിൽ എന്ന് പറയുന്ന ഡ്രഗിൻ്റെ ഓവർഡോസ്. വെരാപ്പമിൽ എന്ന് പറയുന്ന ഡ്രഗ് ഏത് ക്ലാസ്സിൽ വരുന്ന ഡ്രഗാണ്? ഇറ്റ് ഈസ് എ CCB ആണ് അല്ലേ. എന്താണ്, കാൽഷ്യം ചാനൽ ബ്ലോക്കർ. ഓക്കെ, സോ ടോക്സിസിറ്റി സിംറ്റംസും ഓൾറെഡി കാണിക്കുന്നുണ്ട്, ഹൈപ്പോടെൻസീവ് ബ്രാഡിക്കാർഡിയ ഒക്കെ ഉണ്ട്. സോ എങ്ങനെ നമുക്ക് ഇനീഷ്യൽ ട്രീറ്റ്മെൻറ്റ് എന്താണ്, മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഇനീഷ്യൽ ട്രീറ്റ്മെൻറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പൊതുവേ കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സിൻ്റെ ടോക്സിസിറ്റീസ് വരുമ്പോൾ പലതരത്തിലുള്ള മാനേജ്മെൻറ്റ്സ് പറയാറുണ്ട്. ഇവിടുത്തെ ക്വസ്റ്റ്യൻ നോക്കുക, മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഇനീഷ്യൽ ട്രീറ്റ്മെൻറ്റ് ആൻഡ് കണ്ടീഷൻ ഓൾസോ ഇറ്റ് ഈസ് സിവിയർ toxicity. Okay, so first option, administer intravenous atropine for bradycardia and hypotension. Okay, ഇത് ആക്ച്വലി ഒരു ഓപ്ഷനാണ് അല്ലേ, ബ്രാഡിക്കാർഡിയ ഹൈപ്പോടെൻഷൻ മാനേജ് ചെയ്യാൻ IV അട്രോപ്പിൻ. നമ്മൾ CCBയുടെ ടോക്സിസിറ്റി കേസിൽ ഒരു മാനേജ്മെൻ്റ് ആയിട്ട് ഇത് പറയാറുണ്ട് എങ്കിലും ഈ ഒരു കണ്ടീഷനിൽ അത് ഇൻഎഫക്റ്റീവാണ്. പൊതുവേ ഇത് അത്രയും എഫക്റ്റീവായുള്ളൊരു മാനേജ്മെൻ്റ് അല്ല. ദെൻ ഓപ്ഷൻ 2 വരുന്നത്, ഇനീഷ്യേറ്റ് ഹൈ ഡോസ് ഇൻസുലിൻ തെറാപ്പി ആൻഡ് അഡ്മിനിസ്റ്റർ ഇൻട്രാവീനസ് കാൽഷ്യം ഗ്ലൂക്കോണേറ്റ്. ഓക്കെ, ഇനീഷ്യേറ്റ് ഹൈ ഡോസ് ഇൻസുലിൻ തെറാപ്പി ആൻഡ് അഡ്മിനിസ്റ്റർ IV കാൽഷ്യം ഗ്ലൂക്കോണേറ്റ്. അപ്പോൾ ഇവിടെ കാൽഷ്യം ചാനൽ ബ്ലോക്കറിൻ്റെ ടോക്സിസിറ്റിയാണ് എന്ന് പറഞ്ഞാൽ എന്താണ്, കാൽഷ്യത്തിൻ്റെ യൂട്ടിലൈസേഷൻ അവിടെ ഉണ്ടാവുന്നില്ല. പ്രധാനമായിട്ടും വെരാപ്പമിൽ ബ്ലോക്ക് ചെയ്യുന്നത് L ടൈപ്പ് കാൽഷ്യത്തിനെയാണ്, L ടൈപ്പ് കാൽഷ്യം ചാനൽസിനെയാണ്. L ടൈപ്പ് കാൽഷ്യം ചാനലാണ്. അപ്പോൾ എസ്പെഷ്യലി ഹാർട്ട്, അതുപോലെ ബ്ലഡ് വെസൽസിൻ്റെ എല്ലാ സ്മൂത്ത് മസിൽസിലാണ് കൂടുതലായിട്ടും പ്രസൻ്റ് ആയിട്ടുള്ളത് L ടൈപ്പ് കാൽഷ്യം ചാനലാണ്. സോ നമുക്ക് അതിനെ എങ്ങനെ അവോയ്ഡ് ചെയ്യണം, നമുക്ക് കാൽഷ്യത്തിനെ കൊടുക്കണം അല്ലേ, കാൽഷ്യത്തിനെ കൊടുക്കണം. അപ്പോൾ അഡ്മിനിസ്റ്റർ ഇൻട്രാവീനസ് കാൽഷ്യം ഗ്ലൂക്കോണേറ്റ് അതൊരു ഗുഡ് ഓപ്ഷനാണ് അല്ലേ, നമുക്കത് ചൂസ് ചെയ്യാം. ദെൻ ഇനീഷ്യേറ്റ് ഹൈ ഡോസ് ഇൻസുലിൻ തെറാപ്പി, അതായത് ഈ കാൽഷ്യം ചാനൽ ബ്ലോക്കറിൻ്റെ ടോക്സിസിറ്റി ഉണ്ടാകുമ്പോൾ തന്നെ കാൽഷ്യത്തിൻ്റെ അളവ് സെൽസിലേക്കുള്ള കാൽഷ്യത്തിൻ്റെ യൂട്ടിലൈസേഷൻ കുറയും എന്ന് പറഞ്ഞു. അപ്പോൾ പാൻക്രിയാസിൻ്റെ ബീറ്റാ സെൽസ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ കാൽഷ്യം എസെൻഷ്യലാണ്. ഓക്കെ, സോ ഈ ഒരു പെർട്ടിക്കുലർ ആക്ഷൻ കൂടി അവിടെ ബ്ലോക്ക്ഡ് ആവുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ ഹാർട്ട് സെൽസിന് പ്രോപ്പറായിട്ട് എനർജി കിട്ടണമെങ്കിൽ അവർക്ക് ഗ്ലൂക്കോസിൻ്റെ യൂട്ടിലൈസേഷൻ വേണം, സെൽസിലേക്കുള്ള ഗ്ലൂക്കോസ് യൂട്ടിലൈസേഷൻ വേണം. അപ്പോൾ ഇവിടെ കാൽഷ്യം ചാനൽ ബ്ലോക്കർ ടോക്സിസിറ്റി ഉണ്ടായിക്കഴിഞ്ഞാൽ ഹാർട്ട് മസിൽസിന് പ്രോപ്പറായിട്ട് ഗ്ലൂക്കോസ് കിട്ടാതാവും. ഓക്കെ, പ്രോപ്പറായിട്ട് ഗ്ലൂക്കോസ് കിട്ടാതാവും. സോ അതിൻ്റെ എനർജി
മെയിനായിട്ടുള്ളൊരു എനർജി, ഇമ്മീഡിയറ്റ് എനർജി സോഴ്സാണ്, അത് സെൽസിന് അവൈലബിൾ അല്ലാതെ വരും. അപ്പോൾ അങ്ങനത്തെ കേസ് ഉണ്ടാകുമ്പോൾ ഹാർട്ട് മസിൽസ് എല്ലാം വളരെയധികം വീക്കാവും, അല്ലെങ്കിൽ ഹാർട്ട് ഫെയിലിയർ കണ്ടീഷൻസ് ലേക്കൊക്കെ അത് ലീഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇനീഷ്യേറ്റ് ഹൈ ഡോസ് ഇൻസുലിൻ തെറാപ്പി നമുക്ക് കൊടുക്കാം. അപ്പോൾ അതും ഒരു ഗുഡായിട്ടുള്ളൊരു ഓപ്ഷനാണ്. ദെൻ ഓപ്ഷൻ സി പറയുന്നത് സ്റ്റാർട്ട് ഇൻട്രാവീനസ് സോഡിയം ബൈകാർബണേറ്റ് ടു കറക്റ്റ് ആസിഡോസിസ്. ഇത് നമുക്ക് ചെയ്യാം. മെറ്റബോളിക് ആസിഡോസിസ് വരുന്നുണ്ട് ഈ ടോക്സിസിറ്റീസ് വരുമ്പോൾ. അപ്പോൾ നമ്മൾ സോഡിയം ബൈകാർബണേറ്റ് എല്ലാം നമുക്ക് കൊടുക്കാം. പക്ഷേ ഇവിടെ ചോദിച്ചേക്കുന്ന മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഇനീഷ്യൽ ട്രീറ്റ്മെൻറ്റ് എന്താണ്? ദെൻ അഡ്മിനിസ്റ്റർ ആക്ടിവേറ്റഡ് ചാർക്കോൾ ടു അബ്സോർബ് ദി വെരാപ്പാമിൽ. അപ്പോൾ അതും ഇനീഷ്യൽ അപ്രോപ്രിയേറ്റ് ട്രീറ്റ്മെൻറ്റിൽ വരുന്നതല്ല. നമുക്ക് ഇനീഷ്യലായിട്ട് എടുക്കാൻ പറ്റുന്നത് ഇനിഷ്യേറ്റ് ഹൈ ഡോസ് ഇൻസുലിൻ തെറാപ്പി ആൻഡ് അഡ്മിനിസ്റ്റർ ഇൻട്രാവീനസ് കാൽഷ്യം ഗ്ലൂക്കോണൈറ്റ് ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഹൈ ഡോസ് ഇൻസുലിൻ കൊടുക്കുന്ന അതിനെ നമ്മൾ ഹൈപ്പർ ഇൻസുലിനീമി ഗ്ലൈസീമിയ എന്നാണ് ആ ഒരു തെറാപ്പിയെ നമ്മൾ പറയുക. ഹൈപ്പർ ഇൻസുലിനീമിയ ഗ്ലൈസീമിയ തെറാപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസുലിൻ, ഹൈ ഡോസ് ഇൻസുലിൻ കൊടുക്കുക, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഗ്ലൂക്കോസും ലൈക്ക് നോർമൽ ലെവലിൽ ആവശ്യത്തിന് ഗ്ലൂക്കോസ് ലെവലും പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൺട്രോൾഡായിട്ട് ഗ്ലൂക്കോസും കൊടുക്കുക. അപ്പോൾ ആ ഒരു തെറാപ്പി അതിനെ വിളിക്കുന്ന പേരാണ് ഇങ്ങനെ ഹൈപ്പർ ഇൻസുലിനീമിയ ഗ്ലൈസീമിയ എന്നാണ് പറയുക. ഗ്ലൈസീമിയ നോർമൽ ഗ്ലൂക്കോസ് കോൺസെൻട്രേഷനിലേക്ക് എത്തിക്കുക. സോ ഇതാണ് ഇവിടെ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. A 56-year-old male presents to the emergency department after ingesting an overdose of atenolol. He is bradycardic, hypotensive, and has signs of heart failure. What is the most appropriate initial treatment for this patient's overdose? So, ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്താണ്? എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അല്ലേ, പേഷ്യൻ്റ് ആഫ്റ്റർ ഇൻജസ്റ്റിംഗ് അറ്റനലോളാണ്, ഓവർഡോസ് ആണ്, അറ്റനലോൾ ടോക്സിസിറ്റി ആണ് വരുന്നത് അല്ലേ. അപ്പോൾ അറ്റനലോൾ എന്ന് പറഞ്ഞാൽ ഏത് ക്ലാസ്സിൽ വരുന്ന ഡ്രഗാണ്? ഇറ്റ് ഈസ് എ ബീറ്റ ബ്ലോക്കർ അല്ലേ, ബീറ്റ ബ്ലോക്കറാണ് അറ്റനലോൾ. സോ അപ്പോൾ സ്വാഭാവികമായിട്ടും ലൈക്ക് ബീറ്റ അഗണിസ്റ്റ് എന്താണ്, ഹാർട്ടിൽ സ്റ്റിമുലേഷനാണ് നടത്തുക. അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു, ലൈക്ക് ബീറ്റ ബ്ലോക്കറിൻ്റെ ഓവർ ടോക്സിസിറ്റി വന്നപ്പോൾ ബ്രാഡിക്കാർഡിക്കായി, ഹാർട്ട് റേറ്റ് കുറഞ്ഞു, അഗെയിൻ ഹൈപ്പോടെൻസീവ്, BP ലെവൽ കുറഞ്ഞു, അതുപോലെ ഹാർട്ട് ഫെയിലിയറിൻ്റെ സിംറ്റംസ് നമുക്ക് കാണാനായിട്ട് പറ്റും. സോ വാട്ട് ഈസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഇനീഷ്യൽ ട്രീറ്റ്മെൻറ്റ് ഫോർ ദിസ് പേഷ്യൻസ് ഓവർഡോസ്? ഇപ്പോൾ ബീറ്റ ബ്ലോക്കറിൻ്റെ ടോക്സിറ്റി വന്നാൽ അതിൻ്റെ ആൻറ്റിഡോട്ടായിട്ട് നമ്മൾ എപ്പോഴും പറയാറുള്ളത് ഏതാണ് ആൻറ്റിഡോട്ട്? അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് ഒന്ന് നോക്കാം. ഓപ്ഷൻസ് എ പറയുന്നത് അഡ്മിനിസ്റ്റർ ഇൻട്രാവീനസ് എട്രോപ്പിൻ ആൻഡ് സ്റ്റാർട്ട് ഇൻട്രാവീനസ് സോഡിയം ബൈകാർബണേറ്റ്. ദെൻ അഡ്മിനിസ്റ്റർ ഇൻട്രാവീനസ് ഗ്ലൂക്കഗോൺ ആൻഡ് കാൽഷ്യം ഗ്ലൂക്കോണേറ്റ്. ദെൻ begin intravenous saline infusion and monitor for arrhythmias. Then initiate hemodialysis and administer activated charcoal. അപ്പോൾ നമ്മൾ കുറച്ച് ഡ്രഗ്സ് ആൻഡ് ദെയർ ആൻറ്റിഡോട്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിക്കാറുണ്ട് അല്ലേ. അതുപോലെ ബീറ്റ ബ്ലോക്കേഴ്സിൻ്റെ ആൻറ്റിഡോട്ടായിട്ട് നമ്മൾ പറയുന്ന ഡ്രഗാണ് ആര്? ഇതാണ് ഡ്രഗ് ആൻറ്റിഡോട്ട് ഫോർ ബീറ്റ ബ്ലോക്കർ. ഇറ്റ് ഈസ് ഗ്ലൂക്കഗോൺ. ഗ്ലൂക്കഗോൺ ആണ്. ഗ്ലൂക്കഗോൺ എന്ത് ചെയ്യും? ഇറ്റ് വിൽ ഇൻക്രീസ് ദ സൈക്ലിക് AMP ലെവൽ ആൻഡ് ഇൻക്രീസസ് ദ പോസിറ്റീവ് ഇനോട്രോപ്പിക് ഇഫക്റ്റ്, ഡ്രോമോട്രോപ്പിക്, ക്രോണോട്രോപ്പിക് ഇഫക്റ്റ് എല്ലാം ഇൻക്രീസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെസ്സഞ്ചറാണ്. സോ അഡ്മിനിസ്റ്റർ ഇൻട്രാവീനസ് ഗ്ലൂക്കഗോൺ ആൻഡ് കാൽഷ്യം ഗ്ലൂക്കോണേറ്റ്. കാൽഷ്യം അയോൺസും നമുക്ക് കൊടുക്കാം. സോ എന്ത് ചെയ്യും? ഇറ്റ് ഈസ് ദ പ്രൈമറി, ഗ്ലൂക്കഗോൺ ഈസ് ദ പ്രൈമറി ആൻറ്റിഡോട്ട് ഫോർ ബീറ്റ ബ്ലോക്കർ ടോക്സിസിറ്റി. എങ്ങനെയാണ്? ഇറ്റ് ഇൻക്രീസസ് ദ ഹാർട്ട് റേറ്റ് ആൻഡ് കോൺട്രാക്റ്റിലിറ്റി. ദെൻ ഇൻഡിപെൻഡൻ്റ്ലി ഓഫ് ബീറ്റ റിസെപ്റ്ററിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ടല്ല, അല്ലാതെ സൈക്ലിക് AMP ലെവലെല്ലാം ഗ്ലൂക്കഗോൺ കൂട്ടിയിട്ടാണ് അവിടെ അതിൻ്റെ ഹാർട്ടിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. ദെൻ കാൽഷ്യം ഗ്ലൂക്കോണേറ്റ് നമുക്ക് ഇറ്റ് ക്യാൻ ബി യൂസ് ടു ഹെൽപ്പ് റിവേഴ്സ് ദ നെഗറ്റീവ് എഫക്ട്സ് ഓഫ്
ബീറ്റ ബ്ലോക്കേഡ് ഓൺ മയോകാർഡിയൽ ഫംഗ്ഷൻ. എഗെയിൻ നമ്മൾ മുന്നത്തെ ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തപ്പോൾ മുമ്പ് പറഞ്ഞപ്പോൾ കാൽഷ്യം ടോക്സിറ്റി, ബീറ്റ ബ്ലോക്കറിൻ്റെ ടോക്സിസിറ്റി ഉണ്ടായാലും നമ്മൾ കൊടുക്കുന്നത് എന്താണ്? കാൽഷ്യം ഗ്ലൂക്കണേറ്റ് അല്ലെങ്കിൽ കാൽഷ്യം ക്ലോറൈഡ് ആണ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് ഇൻ ഓർഡർ ടു ഫെസിലിറ്റേറ്റ് ഹാർട്ടിൻ്റെ കൺട്രാക്ഷനും ദെൻ ഹാർട്ടിൻ്റെ എനർജി യൂട്ടിലൈസേഷനൊക്കെ കാൽഷ്യം അയോൺസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെയും നമുക്ക് ഗ്ലൂക്കഗോൺ ആണ് പ്രൈമറി ആയിട്ട് നമ്മുടെ എടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് എന്ത് കൊടുക്കാം? കാൽഷ്യം ഗ്ലൂക്കണേറ്റും കൊടുക്കാം. നെക്സ്റ്റ്, എ 68-year-old man on warfarin for atrial fibrillation presents for routine follow-up. His INR is 5.5 and he is asymptomatic with no evidence of bleeding. What is the most appropriate next step in management? അപ്പോൾ പേഷ്യൻ്റ് വാർഫാരിൻ തെറാപ്പിയിലാണ് അല്ലേ? വാർഫാരിൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ആൻറ്റികോയാഗുലൻ്റ് ആയിട്ട് വരുന്ന ക്ലാസ്സിൽ വരുന്ന ഡ്രഗാണ്. സോ ഇറ്റ് ഈസ് ഏട്രിയൽ ഫിബ്രിലേഷന് വേണ്ടിയിട്ട് എടുക്കുകയാണ്. ആൻഡ് INR ലെവൽ തന്നിട്ടുണ്ട് അല്ലേ? ഇൻ്റർനാഷണൽ നോർമലൈസ്ഡ് റേഷ്യോ അല്ലേ? INRൻ്റെ ഇൻഡെക്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്താ? നമ്മൾ വാർഫാരിൻ തെറാപ്പി എടുക്കുമ്പോൾ എപ്പോഴും INR ലെവൽ മോണിറ്റർ ചെയ്യണമെന്ന് പറയാറുണ്ട് അല്ലേ? ബിക്കോസ് ഇതൊരു ആൻറ്റികോയാഗുലൻ്റ് ആണ്. അപ്പം INR ലെവൽ നോർമൽ അല്ല എന്നുണ്ടെങ്കിൽ പ്രൊലോങ്ഡ് ബ്ലീഡിങ് കണ്ടീഷൻസൊക്കെ അവിടെ ഉണ്ടാവും. അപ്പോൾ പേഷ്യൻസ് വാർഫാരിൻ തെറാപ്പി അല്ലെങ്കിൽ വാർഫാരിൻ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന പേഷ്യൻസിൽ INR ലെവലിൻ്റെ റൂട്ടീൻ ചെക്കപ്പ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവിടെ അത് തന്നിട്ടുള്ളത് 5.5 ആണ്. അപ്പോൾ 5.5 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എന്താണ്? കൂടുതലാണ്, INR റേഞ്ച് കൂടുതലാണ്. പക്ഷേ പേഷ്യൻ്റ് അസിംറ്റോമാറ്റിക് ആണ്, ബ്ലീഡിങ്ങിൻ്റെ എവിഡൻസ് ഒന്നും കാണിക്കുന്നില്ല. അങ്ങനത്തെ കേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഓപ്ഷൻ എ, കണ്ടിന്യൂ വാർഫാരിൻ അറ്റ് ദ സെയിം ഡോസ് ആൻഡ് റീചെക്ക് INR ഇൻ 1 week. 1 വീക്കിൽ റീചെക്ക് ചെയ്താൽ മതിയോ എന്നാണ് ചോദിക്കുന്നത്. ദെൻ വാർഫാരിൻ കണ്ടിന്യൂ ചെയ്തിട്ട് ദെൻ ഹോൾഡ് 1 to 2 doses ഓഫ് വാർഫാരിൻ ആൻഡ് മോണിറ്റർ INR ക്ലോസ്ലി. ദെൻ അഡ്മിനിസ്റ്റർ IV vitamin K ഇമ്മീഡിയറ്റ്ലി. അഡ്മിനിസ്റ്റർ ഫ്രഷ് ഫ്രോസൺ പ്ലാസ്മ. ഇങ്ങനെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പേഷ്യൻ്റ് അസിംറ്റോമാറ്റിക് ആണ് അല്ലേ? അസിംറ്റോമാറ്റിക് ആണ്, പക്ഷേ INR ലെവല് കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് അല്ലേ, ഇമ്മീഡിയറ്റ് ആയിട്ട് ഇവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്? വി ക്യാൻ ഹോൾഡ് 1 to 2 doses ഓഫ് വാർഫാരിൻ ആൻഡ് മോണിറ്റർ INR ക്ലോസ്ലി. ജസ്റ്റ് അതായത് വീണ്ടും നമ്മൾ ഈ വാർഫാരിൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ മേ ബി സിവിയർ ടോക്സിസിറ്റി ലെവലിലേക്കൊക്കെ അത് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ 1 to 2 doses വാർഫാരിൻ നമ്മൾ ഹോൾഡ് ചെയ്യുക, എന്നിട്ട് INR ക്ലോസ്ലി നമ്മൾ എന്ത് ചെയ്യുക? മോണിറ്റർ ചെയ്യുക. അപ്പോൾ അതിന് ഒരു ഗൈഡ് ലൈൻ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടീഷനാണ് INR 5 to 9 വിത്തൗട്ട് ബ്ലീഡിങ്. ഓക്കെ, ഇങ്ങനെ ഒരു സ്റ്റേറ്റിലാണ് പേഷ്യൻ്റ് വരുന്നതെങ്കിൽ റെക്കമെൻഡഡ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ടു ഹോൾഡ് 1 to 2 doses ഓഫ് വാർഫാരിൻ ആൻഡ് റെസ്യൂം അറ്റ് ലോവർ ഡോസ് വൺസ് INR റിട്ടേൺസ് ടു ദി തെറാപ്യൂട്ടിക് റേഞ്ച്. അതായത് INR ലെവൽ ബ്ലീഡിംഗ് ഒന്നും ഇല്ലാതെ 5 to 9 ആയിട്ട് വരുന്ന ഒരു കണ്ടീഷനിൽ നമുക്ക് വാർഫാരിൻ്റെ ഡോസ് ഒന്ന് ഹോൾഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് INR നോർമൽ തെറാപ്യൂട്ടിക് റേഞ്ചിലേക്ക് വന്നു കഴിയുമ്പോൾ ലോ ഡോസിൽ വീണ്ടും നമുക്ക് വാർഫാരിൻ സ്റ്റാർട്ട് ചെയ്യാം. ദെൻ വൈറ്റമിൻ K ഓറലി അല്ലെങ്കിൽ IV-യിലൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. നമുക്ക് വാർഫാരിൻ്റെ ആൻറ്റിഡോട്ടായിട്ട് നമ്മൾ പറയുന്നതാണ് വൈറ്റമിൻ K. ഓറൽ ഫോമുലേഷനും ഉണ്ട്. സിവിയർ ടോക്സിസിറ്റിയുടെ കേസിലൊക്കെ IV ആയിട്ട് നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ അത് ആക്ച്വലി ഇറ്റ് ഈസ് റിസർവ്ഡ് ഫോർ ഹയർ INRs അല്ലെങ്കിൽ വെൻ ബ്ലീഡിങ് ഈസ് പ്രസൻറ്റ്. ഓക്കെ, ബ്ലീഡിങ് ഈസ് പ്രസൻറ്റ് അങ്ങനത്തെ കണ്ടീഷനിലാണ് നമ്മൾ കൊടുക്കാറുള്ളത്. ഇനി ഫ്രഷ് ഫ്രോസൺ പ്ലാസ്മയാണെങ്കിലോ ദാറ്റ് ഈസ് ടിപ്പിക്കലി റിസർവ്ഡ് ഫോർ സീരിയസ് ഓർ ലൈഫ് ത്രെറ്റനിങ് ബ്ലീഡിങ്. അങ്ങനത്തെ കണ്ടീഷനിലാണ് ഫ്രഷ് ആയിട്ടുള്ള ഫ്രോസൺ പ്ലാസ്മ നമ്മൾ കൊടുക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യുന്നത് വി ക്യാൻ ജസ്റ്റ് ടെമ്പററിലി ഹോൾഡ് ദി ഡോസസ് ആൻഡ് വി ക്യാൻ മോണിറ്റർ ദി INR ക്ലോസ്ലി. ഓക്കെ, ബിക്കോസ് ദ കണ്ടീഷൻ പ്രോപ്പറായിട്ട് ഇവിടെ തന്നിട്ടുണ്ട്. 5 to 9 വിത്തൗട്ട് ബ്ലീഡിങ് എന്നുള്ളൊരു ലെവലിലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ വാർഫാരിൻ്റെ ഒരു ഗൈഡ് ലൈനിൽ വരുന്ന ഒരു സിനാരിയോ ആണത്. ദെൻ എ 65-year-old man with type 2 diabetes and a history of congestive heart failure
NYHA class 3, NYHA New York Heart Association class 3, that is being evaluated for glycemic control. Okay, which of the following anti-diabetic medication is contraindicated in this patient? Patient type 2 diabetes mellitus ഉണ്ട് ആൻഡ് കുറച്ച് മെഡിസിൻസ് ഓട്ടോമാറ്റിക്കലി ലൈക്ക് നമുക്ക് ഡയബറ്റീസ് കൺട്രോൾ ചെയ്യണം. അപ്പോൾ പേഷ്യൻറ്റിന് മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. പക്ഷേ പേഷ്യൻറ്റിനൊരു ഹിസ്റ്ററി പറയുന്നുണ്ട്, ഹീസ് ഹാവിങ് കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ. അതിൽ ന്യൂയോർക്ക് ഹാർട്ട് അസോസിയേഷൻ്റെ ക്ലാസ് 3 ആണ്. അപ്പം ഈ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഈ ന്യൂയോർക്ക് ഹാർട്ട് അസോസിയേഷൻ പേഷ്യൻറ്റിൻ്റെ സിംറ്റംസിനെയും അതുപോലെ ഫിസിക്കൽ ലിമിറ്റേഷൻസിനെയും ബേസ് ചെയ്തിട്ട് 4 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. NYHA ക്ലാസ് 1, ക്ലാസ് 2, അങ്ങനെ ക്ലാസ് 3, ക്ലാസ് 4. ഓക്കെ, അപ്പോൾ അതിൽ ക്ലാസ് 3 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി കുറച്ചുകൂടി എന്താണ് ഫിസിക്കൽ ആക്ടിവിറ്റി റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള കേസാണ്. വിത്ത് ഫിസിക്കൽ ആക്ടിവിറ്റി സിംറ്റംസ് വേഴ്സൺ ചെയ്യാനുള്ള സ്റ്റേറ്റ് അല്ലെങ്കിൽ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കേസാണ്. ക്ലാസ് 3 ഒക്കെ വരുമ്പോൾ ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഹൈലി റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ളൊരു കണ്ടീഷനാണ്. അപ്പോൾ അങ്ങനെ അത്രയും ബുദ്ധിമുട്ടുള്ള അങ്ങനത്തെ ഒരു ഹിസ്റ്ററിയാണ്. ആ ഹിസ്റ്ററിയുള്ളൊരു കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ സ്റ്റേറ്റിലാണ് പേഷ്യൻ്റ് ഉള്ളത്. അവരിൽ ഈ ഉള്ളതിൽ ഏത് ആൻറ്റി ഡയബറ്റിക് മെഡിക്കേഷനാണ് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആയിട്ട് ഉള്ളത്? മെറ്റ്ഫോമിൻ, എംപഗ്ലിഫ്ലോസിൻ, പയോഗ്ലിറ്റസോൺ ആൻഡ് സിറ്റാഗ്ലിപ്റ്റിൻസ്. ഏതായിരിക്കും ഇതിൽ മെയിനായിട്ട് നമുക്കറിയാം തൈസോൾഡിൻ അയോൺസ് ക്ലാസിഫിക്കേഷൻസ് വരുന്ന ഡ്രഗ്സ് ലൈക്ക് എന്താണ് അത് ഹൈലി കാർഡിയോവാസ്കുലർ റിസ്ക് ഹൈലി ഉള്ള ക്ലാസ് ഓഫ് ഡ്രഗ്സാണ് തൈസോൾഡിൻ അയോൺസിൽ വരുന്ന പയോഗ്ലിറ്റസോൺ പോലെയുള്ള ഡ്രഗ്സ്. സോ അവരെന്ത് ചെയ്യും? ദേ ക്യാൻ കോസ് ഫ്ലൂയിഡ് റിറ്റൻഷൻ. ഇറ്റ് വിൽ ലീഡിങ് ടു വേഴ്സണിങ് ഓഫ് ഹാർട്ട് ഫെയിലിയർ വീണ്ടും, എസ്പെഷ്യലി ക്ലാസ് 3, ക്ലാസ് 4 പേഷ്യൻസിൽ. കാരണം ഫിസിക്കൽ ആക്ടിവിറ്റി ഒക്കെ ഹൈലി എന്താ പറയുക റെസ്ട്രിക്റ്റഡ് ആണ്. അവർക്ക് അത്രയും സിവിയറിറ്റി ഓഫ് ഹാർട്ട് ഫെയിലിയർ സിംറ്റംസ് അവർക്കുണ്ട്. സോ അവരിൽ ഫർദർ ഫ്ലൂയിഡ് റിട്ടൻഷനൊക്കെ ഉണ്ടാക്കുന്ന മെഡിക്കേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസ്ക് ഓഫ് ഫെയിലിയർ കൂട്ടുന്ന ഡ്രഗ്സാണ്. അത് മാത്രമല്ല FDA ഹാസ് ഇഷ്യൂഡ് എ ബ്ലാക്ക് ബോക്സ് വാണിംഗ് എഗെയിൻസ്റ്റ് ഇറ്റ്സ് യൂസ് ഇൻ പേഷ്യൻസ് വിത്ത് സിംറ്റോമാറ്റിക് ഹാർട്ട് ഫെയിലിയർ. ഓക്കെ, അപ്പോൾ അത്രയും റിസ്ക് പറയുന്ന ഒരു കാറ്റഗറി ഓഫ് ഡ്രഗ്സ് ആണ് തൈസോൾഡിൻ അയോൺ. അതിൽ വരുന്ന ഡ്രഗ് പയോഗ്ലിറ്റസോൺ. അതാണ് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആയിട്ട് വരുന്നത്. Then which of the following best defines the affinity of a drug for its receptor? Affinity of a drug for its receptor. Okay, so the speed at which a drug binds to its receptor. അതായത് ഒരു ഡ്രഗിന് അതിൻ്റെ റിസപ്റ്ററിനോട് അഫിനിറ്റി എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ദ സ്പീഡ് അറ്റ് വിച്ച് എ ഡ്രഗ് ബൈൻഡ്സ് ടു ഇറ്റ് റിസപ്റ്റർ. അതായത് ഡ്രഗ് റിസപ്റ്ററുമായിട്ട് ബൈൻഡ് ചെയ്യുന്ന സ്പീഡാണോ? ദ എബിലിറ്റി ഓഫ് എ ഡ്രഗ് ടു ബൈൻഡ് ഇറ്റ് റിസപ്റ്റർ ആൻഡ് പ്രൊഡ്യൂസ് എ ബയോളജിക്കൽ എഫക്റ്റ്. അതായത് ഒരു റിസപ്റ്ററിനോട് ബൈൻഡ് ചെയ്യാനുള്ള അതിൻ്റെ എബിലിറ്റി, എന്നിട്ട് എന്ത് ചെയ്യണം? അങ്ങനെ ബൈൻഡ് ചെയ്ത് ഒരു എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എബിലിറ്റി ആണോ അഫിനിറ്റി? ദെൻ സ്ട്രെങ്ത് ഓഫ് ദ ഡ്രഗ് റിസപ്റ്റർ ഇൻ്ററാക്ഷൻ ഓർ ഹൗ ടൈറ്റ്ലി ദ ഡ്രഗ് ബൈൻഡ്സ് ടു ദ റിസപ്റ്റർ. ഒരു ഡ്രഗും റിസപ്റ്ററും തമ്മിലുള്ള ഇൻ്ററാക്ഷൻ്റെ സ്ട്രെങ്ത്ത് അല്ലെങ്കിൽ എത്രത്തോളം ടൈറ്റായിട്ടാണ് ഒരു ഡ്രഗ് ഒരു റിസപ്റ്ററിനെ ബൈൻഡ് ചെയ്തേക്കുന്നത്, അതാണോ അഫിനിറ്റി? ആൻഡ് ഫൈനലി ദ എമൗണ്ട് ഓഫ് ഡ്രഗ് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് എ ഹാഫ് മാക്സിമൽ റെസ്പോൺസ്. ഒരു ഹാഫ് മാക്സിമം FED50 ഹാഫ് മാക്സിമൽ റെസ്പോൺസ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള ഡ്രഗിൻ്റെ എമൗണ്ട്, അതിനെയാണോ അഫിനിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ അഫിനിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈ അഫിനിറ്റി, ലോ അഫിനിറ്റി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ഡ്രഗ്സിൻ്റെ കേസിൽ അല്ലേ. അതായത് അതിൻ്റെ റിസപ്റ്ററുമായിട്ട് അതിന് എത്രത്തോളം ബൈൻഡിങ് കപ്പാസിറ്റി അതിന് ഉണ്ട് എന്ന് കാണിക്കാനായിട്ട് നമ്മൾ പറയുന്ന ഒരു ടേമാണ് അഫിനിറ്റി. സോ ഇറ്റ് ഈസ് ദ സ്ട്രെങ്ത് അറ്റ് വിച്ച് a drug binds to its receptor, which is influencing the duration of the drug's effect and its ability to produce a biological response. ഇങ്ങനെ നമുക്കതിനെ ഡിഫൈൻ ചെയ്യാം. അതായത് എന്താണ്? ഇറ്റ് ഈസ് എ സ്ട്രെങ്ത്, എത്രമാത്രം ടൈറ്റായിട്ട് ബൈൻഡ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ എത്രത്തോളം അത് റിസപ്റ്ററുമായിട്ട് അതിന് അഫിനിറ്റി ഉണ്ടോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്ത്? ആ ഒരു ഡ്രഗിൻ്റെ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത്. മാത്രമല്ല പ്രൊഡ്യൂസ് ചെയ്യുന്ന ബയോളജിക്കൽ റെസ്പോൺസും. Okay.
Next one, which of the following phases of the cardiac action potential is primarily affected by a potassium channel blockers? അപ്പോൾ കാർഡിയാക് ആക്ഷൻ പൊട്ടൻഷ്യൽ ഇലക്ട്രോഫിസിയോളജി ഓഫ് ഹാർട്ട് ഇതിനെ റിലേറ്റ് ചെയ്തിട്ടൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ദാറ്റ് ഈസ് വിച്ച് ഫേസ് ഓഫ് ദി കാർഡിയാക് ആക്ഷൻ പൊട്ടൻഷ്യൽ ഈസ് പ്രൈമർലി അഫക്റ്റഡ് ബൈ പൊട്ടാഷ്യം ചാനൽ ബ്ലോക്കേഴ്സ്. ഏതൊക്കെ ഫേസ് ഉണ്ട്? ഫേസ് 0, ഫേസ് 1, ഫേസ് 2, ഫേസ് 3 ആൻഡ് ഫേസ് 4 അല്ലേ. അങ്ങനെ നമ്മൾ ഡിഫറെൻറ്റ് ഫേസസിൽ കാർഡിയാക് ആക്ഷൻ പൊട്ടൻഷ്യൽ നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്ത് പറയാറുണ്ട്. അപ്പോൾ അതിൽ പൊട്ടാഷ്യം ചാനൽ ബ്ലോക്കേഴ്സ് അല്ലേ, പൊട്ടാഷ്യം ഇവയെല്ലാം തന്നെ നമ്മൾ അരിത്മിയ ട്രീറ്റ് ചെയ്യാനായിട്ട് ആൻറ്റി അരിത്മിക് മെഡിക്കേഷൻസ് പറയുമ്പോൾ there are 4 classes of drugs അല്ലേ. ക്ലാസ് 1 ഏതാണ്? സോഡിയം ചാനൽ ബ്ലോക്കേഴ്സ്. ദെൻ ക്ലാസ് 2 ആണെങ്കിലോ ക്ലാസ് 2 ബീറ്റ ബ്ലോക്കേഴ്സ്. ക്ലാസ് 3 പൊട്ടാഷ്യം ചാനൽ ബ്ലോക്കേഴ്സ്. ദെൻ ക്ലാസ് 4 ആണെങ്കിൽ ദാറ്റ് ഈസ് കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ്. അപ്പോൾ ഈ ഓരോ അയോൺസിൻ്റെ ഇലക്ട്രോഫിസിയോളജിയിലുള്ള ഡിഫറെൻറ്റ് സ്റ്റേജിലുള്ള ഇൻവോൾവ്മെൻ്റ് അനുസരിച്ച് നമ്മൾ ഡിഫറെൻറ്റ് ഫേസസ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്ന ഫേസ് 0 ഡീപോളറൈസേഷൻ, ഫേസ് 1 ഇനീഷ്യൽ റീപോളറൈസേഷൻ, ഫേസ് 2 പ്ലേറ്റ് ഫേസ്, ഫേസ് 3 റീപോളറൈസേഷൻ. അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യണമെങ്കിൽ നമുക്ക് ആ ഒരു ഗ്രാഫിക്കൽ നോളജിൻ്റെ അല്ലെങ്കിൽ ഈ ഓരോ ഫേസിനെ പറ്റിയിട്ടും ഈ ഓരോ ഫേസിലും ഇൻവോൾവ് ആവുന്ന അയോൺസ് ഏതൊക്കെയാണ് എന്നുള്ള ഒരു ഐഡിയ നമുക്ക് ഉണ്ടാവണം. ആ ഒരു കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ആൻസർ വരിക അല്ലേ. അപ്പോൾ നമുക്ക് ഗ്രാഫ് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം അല്ലേ, ഇലക്ട്രോഫിസിയോളജി അല്ലേ, PQRS കോംപ്ലക്സ് ഒക്കെ തന്നിട്ടുണ്ട്. ദെൻ ഫേസ് 4 ഫേസ് 0 എന്ന് പറഞ്ഞാൽ എന്താണ്? ഫേസ് 0 ആണ് ഡീപോളറൈസേഷൻ അല്ലേ, റാപ്പിഡ് ഡീപോളറൈസേഷൻ ഫേസ് ആണ്. ഏതായണാണ് അവിടെ ഇൻവോൾവ് ആവുന്നത്? ഇൻഫ്ലക്സ് ഓഫ് സോഡിയം അയോൺസ് അല്ലേ, സോഡിയം അയോൺസ് ആണ്. അപ്പം സോഡിയം ചാനൽ ബ്ലോക്കേഴ്സ് വരുന്നത് ഏതാണ്? ക്ലാസ് 1 ദെൻ ഫേസ് 1 വരികയാണ്. ഫേസ് 1 വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവിടെ ഒരു ഇനീഷ്യൽ റീപോളറൈസേഷൻ ഫേസ് ആണ്, ഇനീഷ്യൽ സ്ലോ റീപോളറൈസേഷൻ ഫേസ് ആണ്. സോ പൊട്ടാഷ്യം അയൺസ് പുറത്തു പോകുന്നുണ്ട്. സ്ലോ എൻട്രി ഓഫ് കാൽഷ്യം ചാനൽസ് ആർ സ്ലോ കാൽഷ്യം ചാനൽ ഓപ്പണിംഗ്. ഓക്കെ, ഇവിടെ പൊട്ടാഷ്യം ചാനൽ ക്ലോസ് ആവും. സോ ഫേസ് 1 ഇവിടെയാണ്. ദെൻ ഫേസ് 2 എന്ന് പറഞ്ഞാൽ പ്ലേറ്റ് ഫേസ് ആണ് അല്ലേ, ബാലൻസ് ആവുന്നുണ്ട് അല്ലേ. ലൈക്ക് കാൽഷ്യം അയൺസ് ഇൻവാർഡായിട്ട് വരുന്നു, ദെൻ പൊട്ടാഷ്യം അയൺസ് പുറത്തേക്ക് പോകുന്നുണ്ട്. സോ ദാറ്റ് ഈസ് എ പ്ലേറ്റ് ഫേസ്. ദെൻ ഫേസ് 3 വരുന്നത് എന്താണ്? പൊട്ടാഷ്യം അയൺസ് ആർ പുറത്തേക്ക് എഫ്ലെക്സ്, പൊട്ടാഷ്യം എഫ്ലെക്സ് ഉണ്ടാവുന്നു. സോ അവിടെയാണ് നമ്മുടെ ക്ലാസ് 3 ഡ്രഗ്സ് ആക്ട് ചെയ്യുന്നത്. ദേ ആർ ബ്ലോക്കിംഗ് ദ പൊട്ടാഷ്യം ചാനൽ അല്ലേ. ക്ലാസ് 4 ഡ്രഗ്സ് കാൽഷ്യം അയണാണ്. സോ ക്ലാസ് 4 ഡ്രഗ്സ് കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ് ആണ് സംഭവിക്കുന്നത്. സോ ഇവിടെ പൊട്ടാഷ്യം ചാനൽ ബ്ലോക്കിംഗ് ഇവിടെ വരുമ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെയാണ് മെയിനായിട്ടുള്ള റീപോളറൈസേഷൻ ഫേസ് വരുന്നത് അല്ലേ, റീപോളറൈസേഷൻ ഫേസ് വരുന്നത്. ദെൻ ഫൈനലി ദർ ഈസ് ക്ലാസ് 2 ഡ്രഗ്സ് ദേ ആർ ആക്ടിങ് ഇൻ ദിസ് റെക്ടിഫയർ ഫേസ് ഇവിടെ അല്ലേ. ദേ ആർ മെയിൻലി അവർക്ക് SI നോഡിൽ AV നോഡിലുള്ള ബീറ്റ ബ്ലോക്കേഴ്സ് ആണ്, സിമ്പതറ്റിക് സ്റ്റിമുലേഷനെ കൂട്ടാനായിട്ട് അല്ലേ, അവിടെയുള്ള സിമ്പതറ്റിക് സ്റ്റിമുലേഷനെ കുറയ്ക്കുന്ന രീതിയിലാണ് അവർ ബീറ്റ ബ്ലോക്കേഴ്സ് ആക്ട് ചെയ്യുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ നമുക്ക് കാണാം. സോ റിഫ്രാക്ടറി പീരീഡ് അല്ലേ, ആക്ഷൻ പൊട്ടൻഷ്യൽ സ്റ്റാർട്ട് ചെയ്യുന്നു, ദെൻ എൻഡ് ചെയ്യുന്നു. ആ ഒരു ടൈം പീരീഡ് അതിനെയാണ് നമ്മൾ റിഫ്രാക്റ്റീവ് പീരീഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പൊട്ടാഷ്യം ചാനൽസ് ബ്ലോക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ഡ്രഗ്സ് ആക്ട് ചെയ്ത് എന്ത് പറ്റും? ഈ പറയുന്ന എഫക്റ്റീവ് റീപോളറൈസേഷൻ അല്ലേ, ഈ ഒരു നോർമൽ കർവ് ഇതായിരുന്നു, ബട്ട് അത് പ്രൊലോങ് ചെയ്തു എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ് റിഫ്രാക്റ്റീവ് പീരീഡിന് എന്ത് സംഭവിച്ചു? എഫക്റ്റീവ് റിഫ്രാക്ടറി പീരിയഡ് ഈസ് ഇൻക്രീസിങ്, പ്രൊലോങ്ഡ് ആയി എഫക്റ്റീവ് റിഫ്രാക്ടറി പീരിയഡ്. സോ പൊട്ടാഷ്യം ചാനൽസ് മെയിൻലി they are acting in the phase 3 repolarization. Okay, so they mainly affect the phase 3 of cardiac action potential, which is the repolarization phase. By inhibiting potassium channels, they prolong the repolarization. Okay, normally നമ്മുടെ ഗ്രാഫ് എങ്ങനെയായിരുന്നു, ബട്ട് ദേ ആർ
പ്രൊലോങ്ങിങ്, ഇവിടെ പൊട്ടാഷ്യം ഫ്ലക്സ് നടക്കുന്നില്ല അല്ലേ, ടൈം എടുക്കുവാണ്. സോ ഇറ്റ് ഈസ് പ്രൊലോങ്ങിങ് ദ റീപോളറൈസേഷൻ. സോ ലീഡിങ് ടു ലെങ്തനിങ് ഓഫ് ആക്ഷൻ പൊട്ടൻഷ്യൽ ആൻഡ് ഇൻക്രീസ്ഡ് refractory period. Phase 0 is depolarization, mainly affecting by sodium channel blockers. Phase 1 and phase 2 are less affected by potassium channel blockers. സോ ഇലക്ട്രോഫിസിയോളജി ഓഫ് ഹാർട്ട്, അതിൻ്റെ ആക്ഷൻ പൊട്ടൻഷ്യൽ, ഓരോ ഫേസിനെ പറ്റിയിട്ടുള്ളൊരു നോളജ് ഉണ്ടെങ്കിലാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനായിട്ട് പറ്റുക.